السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. محمد رسول الله والذين معه أشداء على الكفار رحماء بينهم تراهم ركعا سجدا يبتغون فضلا من الله ورضوانا سيماهم في وجوههم من أثر السجود ذلك مثلهم في التوراة ومثلهم في الإنجيل كزرع أخرج شطأه فآزره فاستغلظ فاستوى على سوقه يعجب الزراع ليغيظ بهم الكفار وعد الله الذين آمنوا منكم وعملوا الصالحات مغفرة وأجرا عظيما. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, റമദാനിൻ്റെ അവസാനത്തെ പത്തിലേക്ക് ഇന്ന് അസ്തമയത്തോടുകൂടി നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ ഒരു സന്ദർഭത്തിൽ ഏറ്റവും പ്രധാനമായി നമുക്കുള്ളത് ഈ ഒരു നാളിൽ ജീവിച്ചിരിക്കാനുള്ള ഭാഗ്യം ലഭിച്ചതിന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നന്ദി പറയുക, അതോടൊപ്പം പാപമോചനത്തോടുകൂടി ആയുസ്സുണ്ടെങ്കിൽ റമദാനിനെ പിരിച്ചയക്കാൻ നമ്മൾ ഇനിയും ചെയ്യേണ്ടത് എന്തൊക്കെയാണോ അതൊക്കെ ചെയ്യുക എന്നതാണ്. ഒരു റമദാൻ ജീവിതത്തിലുണ്ടായിട്ട് ആ റമദാൻ പിരിഞ്ഞു പോകുമ്പോൾ ഒരാളുടെ പാപം പൊറുക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പിന്നെ ആരാണ്, എന്താണ്, എന്തിനാണ് അവന് റമദാൻ ഉണ്ടായത് എന്ന അർത്ഥത്തിൽ നബി ചോദിക്കുന്നുണ്ട്. എന്തിനാണ് നീ ഇത്ര മെനക്കെട്ട് റമദാനിൽ കഴിഞ്ഞുകൂടിയത് എന്ന്. അപ്പോൾ നാം പാപങ്ങൾ പൊറുക്കപ്പെടണം. അതുകൊണ്ടായിരിക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ പത്താകുമ്പോൾ മാപ്പ് ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ കൽപ്പിച്ചത്. എല്ലാ ഗതിയും മുട്ടി കുറ്റം തെളിയിക്കപ്പെടുകയും രക്ഷ കിട്ടാൻ ഒരു വഴിയില്ല എന്ന് ഉറപ്പ് വരികയും രക്ഷപ്പെടാനോ പ്രായശ്ചിത്തം കൊടുക്കാനോ കഴിയാതെ വരികയും ചെയ്യുമ്പോഴാണ് ശിക്ഷയൊട്ട് സഹിക്കാനും കഴിയില്ല, രക്ഷപ്പെടാനൊട്ട് വഴിയുമില്ല, കുറ്റം തെളിയിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെയുള്ളൊരു സന്ദർഭത്തിലാണ് നമ്മൾ മാപ്പ് അപേക്ഷിക്കുക, മാപ്പ് തരണം.
ഈ മാപ്പിൻ്റെ സമയമാണ് ഇത്. നാം കുറ്റം സമ്മതിക്കണം. നമ്മൾക്ക് കഴിഞ്ഞു പോയ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങൾക്ക് പകരമായി അവനോട് നന്ദി ചെയ്തിട്ടില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ ജീവിതം അങ്ങനെയാണ്. അപ്പം കുറ്റം സമ്മതിച്ചുകൊണ്ട് രക്ഷപ്പെടാൻ വഴിയില്ല എന്ന് ഉറപ്പാണ്. യാ മാശറൽ ജിന്നി വൽ ഇൻസ് ഇൻ ഇസ്തതഅ്തും അൻ തൻഫുദൂ മിൻ അഖ്താരിസ് സമാവാതി വൽ അർദ് ഫൻഫുദൂ ലാ തൻഫുദൂന ഇല്ലാ ബിസുൽത്താൻ. ജിന്നുകളെ, മനുഷ്യരെ, നിങ്ങൾക്ക് ഈ ആകാശത്തിൻ്റെ ചുവട്ടിൽ നിന്ന്, ഭൂമിക്ക് മുകളിൽ നിന്ന് എവിടേക്കെങ്കിലും ഓടി രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ പൊയ്ക്കോ എന്ന് പറഞ്ഞല്ലോ. പക്ഷേ പോകാൻ സാധ്യമല്ല. അപ്പോൾ ഈ ഒരു ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ ഖബ്ളത്തിൽ, പിടുത്തത്തിൽ തന്നെ നമ്മൾ ജീവിക്കണം. തിരിച്ച് അവൻ്റെ മുമ്പിലേക്ക് തന്നെ നമ്മൾ തിരിച്ചു ചെല്ലണം. കുറ്റം ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറ്റത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമില്ലെങ്കിൽ മാപ്പ് ചോദിക്കുകയാണ്. അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുവേ, മാപ്പ് ചെയ്യുന്നവനാണല്ലോ നീ, മാപ്പ് ചോദിക്കുന്നതും മാപ്പ് കൊടുക്കുന്നതും ഇഷ്ടപ്പെടുന്നവനാണല്ലോ നീ. എനിക്ക് മാപ്പ് തരണമേ, ഇനി ഞാൻ ചെയ്യുകയില്ല. അതാണ് മാപ്പിൻ്റെ അർത്ഥം. അതുതന്നെയാണ് തൗബയും. ഇനി ഒരിക്കലും ഞാൻ ഈ തെറ്റ് ചെയ്യുകയില്ല, എൻ്റെ ജീവിതത്തെ ഞാൻ നഷ്ടപ്പെടുത്തുകയില്ല, മാപ്പാക്കണം, എനിക്ക് നീ മാപ്പ് ചെയ്യണം എന്ന് ആവർത്തിച്ച് ചൊല്ലാൻ അവസാനത്തെ പത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഖാരിബു വസദ്ദിദു വഅലമു അന്നഹു ലൻ യൻജുവ അഹദും മിൻകും ബിഅമലി. കഴിയുന്നത്ര മിതമായി നേരെ ചൊവ്വേ അള്ളാഹുവിനെ സമീപിക്കാൻ നിങ്ങൾ ഒരുങ്ങുക. റസൂൽ എപ്പോഴും പറയാറുണ്ടായിരുന്നത് അതാണ്. റസൂലിൻ്റെ കൂടെ പള്ളിയിൽ വരുന്ന ആളുകൾ, ജിഹാദിന് തയ്യാറായി വരുന്ന ആളുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തു പറഞ്ഞാലും, എത്ര ത്യാഗപൂർണമായ കാര്യത്തിനാണെങ്കിലും അനുസരിക്കാൻ തയ്യാറുള്ള ആളുകൾ. അവരോടാ പറഞ്ഞത്, ഖാരിബു, പരമാവധി മിതമായ പ്രവർത്തനങ്ങളിൽ കൂടി അള്ളാഹുവിങ്കലേക്ക് നിങ്ങൾ അടുക്കണം. വസദ്ദിദു, നിങ്ങളുടെ ജീവിതത്തെ നേരെച്ചൊവ്വയാക്കണം. വക്കും വളവും തിരിയും മറിയും ഒന്നുമില്ലാതെ നേരെച്ചൊവ്വെ ഇസ്തിഖാമത്തോടുകൂടി, സദാതോടുകൂടി നിങ്ങൾ ജീവിക്കണം. വഅലമു അന്നഹു ലൻ യൻജുവ അഹദും മിൻകും ബിഅമലിഹി. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഇത്രയൊക്കെ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ കർമ്മം കൊടുത്ത് രക്ഷപ്പെടാൻ കഴിയില്ല എന്നതാണ്. തൊഴിൽ കൊടുത്ത് 5 മണി വരെ 6 മണി വരെ ജോലിയെടുത്താൽ അർഹിക്കുന്ന ശമ്പളം അല്ലെങ്കിൽ കൂലി നമുക്ക് ചോദിച്ചു വാങ്ങാം. ഓവർ ഡ്യൂട്ടി ചെയ്താൽ അതിനും കൂലി ചോദിച്ചു വാങ്ങാം. അതുപോലെ എന്തൊക്കെ അമലുകൾ ചെയ്താലും അതിന് പകരമായി കൂലി ചോദിച്ചു വാങ്ങാൻ പറ്റില്ല നിങ്ങൾക്ക്. ലയൻജുവ അഹദും മിൻകും ബിഅമലിഹി. നിങ്ങളുടെ അമല് കൊണ്ട് നിങ്ങളൊരാളും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന് റസൂലുള്ളാഹി പറഞ്ഞപ്പോൾ സഹാബിമാർ അങ്കലാപ്പിലായി. അമല് ചെയ്യാൻ വേണ്ടി മാത്രമാണ് അവർ ജീവിക്കുന്നത്. ഒരു മിനിറ്റ് കിട്ടിയാൽ പോലും, ഒരു നിമിഷം കിട്ടിയാൽ പോലും അമലുകൾ, നല്ല കർമ്മങ്ങൾ വർദ്ധിപ്പിക്കണം. അത് തസ്ബീഹുകളായിട്ടും ദിക്റുകളായിട്ടും ആരാധനകളായിട്ടും ജനങ്ങൾക്ക് വേണ്ടിയുള്ള സേവനങ്ങളായിട്ടും എല്ലാ കാര്യത്തിലും നല്ലത് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിരുന്നവരാണ് ഈ കേൾക്കുന്നത്. അമല് കൊണ്ട് രക്ഷപ്പെടണമെന്നില്ല. അവർ അങ്കലാപ്പിലായി സംശയിച്ചു, ഇനി എന്താണ് ഞങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള വഴി? ഖാലു വല അൻത യാ റസൂലുള്ളാഹ്. റസൂലേ, നിങ്ങൾക്കും അമല് കൊണ്ട് രക്ഷപ്പെടാൻ കഴിയില്ലേ? ഞങ്ങൾക്ക് കഴിയില്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളെക്കാളും അമല് ചെയ്യുന്ന ആളാണല്ലോ. വല അൻത യാ റസൂലുള്ളാഹ്, നിങ്ങളും രക്ഷപ്പെടുകയില്ലേ? നബി പറഞ്ഞു, ഇല്ല വല അന
ഞാനും നിങ്ങളുമൊന്നും നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങൾ കൊണ്ട് രക്ഷപ്പെടുകയില്ല. എന്നിട്ട് നബി അവരുടെ സംശയം ദൂരീകരിക്കുകയാണ്. ഇല്ലാ അൻ യതഗമ്മദനി അല്ലാഹു ബിറഹ്മത്തിൻ മിൻഹു വഫളിൽ. ഈ അമലുകൾ അല്ലാഹു തആല സ്വീകരിക്കുകയും അതിന് പുറമെ അതിലെന്തെങ്കിലും വീഴ്ചകളും കുറ്റങ്ങളും കുറവുകളും ഉണ്ടെങ്കിൽ അതൊക്കെ മാപ്പാക്കി തന്ന് അള്ളാഹുവിൻ്റെ റഹ്മത്ത് വേറെ തരണം. അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട് നമ്മളെ മൂടിപ്പൊതിയണം, എന്നാലേ രക്ഷപ്പെടാൻ കഴിയുള്ളൂ എന്ന്. സഹോദരന്മാരെ, ആ ഒരു റഹ്മത്തിന് വേണ്ടി, മാപ്പാക്കി തരാൻ വേണ്ടി ചോദിക്കേണ്ട സമയമാണ് ഇത്. ഈ സമയം പരമാവധി ഉപയോഗപ്പെടുത്തുക. നമുക്കൊക്കെയുള്ള ജീവിതത്തിൽ ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന, നമ്മളുടെയൊക്കെ തലമുറ അഭിമുഖീകരിക്കുന്ന പ്രശ്നം നമുക്കൊരു കൂട്ടില്ല എന്നതാണ്, അല്ലെങ്കിൽ ഒരു സാഹചര്യമില്ല, മാതൃകകളില്ല എന്നതാണ്. നമ്മൾ എന്തൊക്കെ നല്ല നിലക്ക് ജീവിക്കാൻ വിചാരിച്ചാലും ഒരു സാഹചര്യം ഒത്തുവരുന്നില്ല. പലപ്പോഴും കോപിക്കാനും അസൂയപ്പെടാനും കലഹിക്കാനും പരസ്പരം വിദ്വേഷത്തിൽ ജീവിക്കാനും കൃത്രിമം ചെയ്യാനും കളവ് പറയാനുമൊക്കെ നിർബന്ധിതമായ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സാഹചര്യങ്ങൾ അങ്ങനെയാണ്. ഇനിയോ നല്ലതൊക്കെ കണ്ട് നല്ലത് മാത്രം ചെയ്ത് ജീവിക്കുന്ന, കൃത്യമായി നമ്മുടെ മനസ്സിൽ തട്ടിയ മാതൃകകളെ നമുക്ക് ചുറ്റുഭാഗത്തും കാണാനും കഴിയുന്നില്ല. എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. മാതൃക നഷ്ടപ്പെട്ട ഒരു സമൂഹമാണ്. മാതൃകയുണ്ടെങ്കിൽ അവരെ ഒപ്പം കൂടാമായിരുന്നു, അവരോടൊപ്പം ജീവിക്കാമായിരുന്നു. പക്ഷേ റസൂലുള്ള പറഞ്ഞത് അമാനത്ത് നഷ്ടപ്പെടും എന്നാണ്. എല്ലാ രംഗത്തു നിന്നും ഉത്തരവാദിത്ത ബോധം നഷ്ടപ്പെടും, വിശ്വസ്തത നഷ്ടപ്പെടും. ചെയ്യണമല്ലോ, ഏൽപ്പിക്കപ്പെട്ടതാണല്ലോ, ഞാൻ കൂലി വാങ്ങുന്നതാണല്ലോ, ശമ്പളം വാങ്ങുന്നതാണല്ലോ, കൃത്യമായി ഞാൻ അതിന് പകരം ജോലി ചെയ്ത് കൊടുക്കണമല്ലോ എന്ന് എല്ലാവരോടുമുള്ള, മാതാപിതാക്കളോടുള്ള അമാനത്ത്, മക്കളോടുള്ള അമാനത്ത്, തൊഴിലുടമയോടുള്ള അമാനത്ത്, തൻ്റെ പക്കൽ നിന്ന് സാധനം വാങ്ങാൻ വരുന്ന ഉപഭോക്താവിനോടുള്ള, കച്ചവടക്കാരൻ്റെ അമാനത്ത്, സർക്കാരിനോടുള്ള അമാനത്ത്, നമ്മൾ ചെയ്യുന്ന ജോലിയോടുള്ള അമാനത്ത്, ഇവിടെയൊക്കെ ഈ ഉത്തരവാദിത്ത ബോധവും വിശ്വസ്തതയും നഷ്ടപ്പെടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നബി ഒരു കല്ലെടുത്ത്, ഒരു ചെറിയ കല്ലെടുത്തിട്ട് തൻ്റെ ഉള്ളം കൈയിൽ വെച്ച് ഉരുട്ടി, അതിങ്ങനെ ഉരുട്ടി വെച്ചിട്ട് പറഞ്ഞു, ഈ കല്ലിൻ്റെ സ്ഥാനത്ത് ഒരു തീക്കണലായിരുന്നെങ്കിൽ ഈ ഉള്ളം കൈയിൽ വെച്ച് ഞാനിങ്ങനെ ഉരുട്ടിയാൽ ഇവിടെ പൊള്ളൽ വരും. അങ്ങനെ പൊങ്ങി നിൽക്കുന്നത് കാണാം, പൊള്ളിച്ച് നിൽക്കുന്നത് കാണാം. ഇതുപോലെയാണ് മനുഷ്യൻ്റെ അമാനത്ത്. കണ്ടാൽ എന്തോരു അമാനത്തുള്ള, വിശ്വസ്തതയുള്ള, സത്യസന്ധതയുള്ള, ഉത്തരവാദിത്ത ബോധമുള്ള മനുഷ്യരാണെന്ന് തോന്നിപ്പോകും. പൊള്ളനാണ്. അത് പൊട്ടിച്ചു നോക്കിയാൽ ആ ഉയർന്നു നിൽക്കുന്ന പൊള്ളയുടെ ഉള്ളിൽ ഒന്നുമുണ്ടാവില്ല, ഉള്ളും പൊള്ളയായിരിക്കും. ഇതുപോലെയാണ് അമാനത്ത്. മനുഷ്യന്മാരിൽ കണ്ടാൽ തോന്നും മാതൃകയുണ്ട്, അമാനത്തുണ്ട്, വിശ്വസ്തതയുണ്ട്, നല്ല ഉത്തരവാദിത്ത ബോധമുണ്ടെന്നൊക്കെ ആളുകളിൽ തോന്നും നിങ്ങൾക്കെല്ലാം. പക്ഷേ ഉള്ളിൽ ഒന്നും ഉണ്ടായിരിക്കുകയില്ല. അവസാനം ആളുകൾ പറയും, റസൂലുള്ള പറയാണ്, ആളുകൾ പറയും, അമാനത്ത് നമ്മളെ മുമ്പിലൊന്നും ഇല്ലെങ്കിലും, നാട്ടിലൊന്നും ഇല്ലെങ്കിലും, ഇന്ന സ്ഥലത്ത് ഒരു അമീനായ, വിശ്വസ്തനായ ഒരു വ്യക്തിയുണ്ട്, അയാൾ സമ്പൂർണനാണ്, അദ്ദേഹത്തെ നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാം. അപ്പോൾ ആളുകൾക്ക് തോന്നുന്നാൽ അയാളൊന്ന് പോയി കാണട്ടെ, അത്രയധികം വിശ്വസ്തനായ ഒരാളുണ്ടെങ്കിൽ അയാളെ പോയി കാണട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഒപ്പം കൂടാൻ വേണ്ടി ചെന്നു നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലും അണുമണിത്തൂക്കം അമാനത്തില്ല എന്ന് അടുത്തിടപഴകുമ്പോൾ ബോധ്യപ്പെടും. അങ്ങനെയൊരു കാലം വരുന്നുണ്ടെന്ന് സഹോദരന്മാരെ. ഇതാണ് നമ്മുടെ ഇന്നത്തെ കാലം. ഈ കാലത്ത് നമുക്ക് വേണ്ടത്, നമുക്ക് ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്നത് വലിയ ഒരുപാട് പ്രസംഗങ്ങളല്ല, നേരെ മറിച്ച് മാതൃകയായി ജീവിക്കാൻ കഴിയുന്ന ഒരാളെയാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വീകരിച്ച നയം, മാതൃകകളെ ഉണ്ടാക്കി എന്നതാണ്.
പ്രവാചകൻ ഒരു പ്രഭാഷകനായിരുന്നില്ല. പ്രവാചകൻ എപ്പോഴും ജനങ്ങളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരുന്നിരുന്നില്ല. കുറച്ച് പറയുകയും കുറേ ചെയ്ത് കാണിച്ചു കൊടുക്കുകയുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ജീവിതചര്യ നോക്കിയാൽ അറിയാം. പക്ഷേ കാണിച്ചു കൊടുത്തു. അങ്ങനെ കാണിച്ചു കൊടുക്കാനുള്ള ഒരു തലമുറയെ പ്രവാചകൻ ജീവിച്ച് വളർത്തിയെടുത്തു. അതാണ് അസ്സഹാബ റളിയല്ലാഹു അൻഹും. അവരാണ് സഹാബികൾ. ഒരു സമൂഹത്തെ മാതൃകയാക്കി മോഡലാക്കി കാണിച്ചു കൊടുത്തു. ഈ തുണിക്കടകളിലും അതുപോലെ തന്നെ ഇലക്ട്രിക് ഷോപ്പുകളിലും ഫാൻസി കടകളിലുമൊക്കെ മുമ്പിൽ ഷോക്കേസുകൾ ഉണ്ടാക്കി മോഡൽ വെച്ചിട്ടുണ്ടല്ലോ. ഇതുപോലെയുള്ള പർദ ധാരാളം ഇവിടെയുണ്ട്. ഇതുപോലെയുള്ള സാരികളുണ്ട്, ചുരിദാറുകളുണ്ട്, ഇതുപോലെയുള്ള ഫ്രിഡ്ജുകളുണ്ട്, ഇലക്ട്രിക് ഉപകരണങ്ങളുണ്ട്, ഇതുപോലെയുള്ള വാച്ചും ഫോണുകളുമുണ്ട്. എത്ര പീസ് വേണമെങ്കിലും തരാം. അതാണല്ലോ ആ മോഡലിൻ്റെ അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മനുഷ്യ സമൂഹത്തിന് മോഡലുകൾ ഉണ്ടാക്കി കൊടുത്തു. എന്നിട്ട് കാണിച്ചു കൊടുത്തു, ഇതാ ഇവരാണ്, ഇവരെ നിങ്ങൾ പിന്തുടരുക. അസ്ഹാബി കന്നുജൂം, എൻ്റെ സഹാബികൾ നക്ഷത്രം പോലെയാണ്, റോൾ മോഡലുകളാണ്. ബി അയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും, ആരെ നിങ്ങൾ പിന്തുടർന്നാലും നിങ്ങൾക്ക് നേർവഴി കാണാം. അങ്ങനെയുള്ള മോഡലുകളെ റസൂലുള്ളാഹി ഉണ്ടാക്കി കൊടുത്തു. നബി പറഞ്ഞു, അന്നുജൂമു അമനത്തുൽ ലിസമാ, അന്നുജൂമു അമനത്തുൽ ലിസമാ, നക്ഷത്രങ്ങൾ ആകാശത്തിൻ്റെ കാവൽക്കാരാണ്. ഫഇദാ ദഹബത്തിൻ നുജൂം, ഈ നക്ഷത്രങ്ങളെങ്ങാനും തകർന്നു പോയാൽ അതത്തിസ്സമാ അംറഹ, അല്ലെങ്കിൽ ഉഅദഹ, ആകാശത്തിൻ്റെ ആ കൽപ്പന വന്നു കഴിയും. നക്ഷത്രങ്ങൾ തകർന്നാൽ പിന്നെ ആകാശമുണ്ടാവില്ല, ആകാശവും ഭൂമികളുമെല്ലാം തകരുമെന്ന കൽപ്പന വരും നക്ഷത്രത്തിൻ്റെ തകർച്ചയോടുകൂടി. അതുപോലെ വ അന അമനത്തുല്ലി അസ്ഹാബി, ഞാൻ എൻ്റെ സഹാബിമാരുടെ കാവൽ, വിശ്വസ്തനായ കാവൽക്കാരനാണ്. ഫഇദാ ദഹബത്തു അന, ഞാനെങ്ങാനും നിങ്ങളിൽ നിന്ന് തിരിച്ചു പോയാൽ അതാ അസ്ഹാബി യുഅദൂൻ, എൻ്റെ സഹാബിമാർക്ക് അവർ വാഗ്ദത്തം ചെയ്യപ്പെട്ട ആ ഒരു അവസ്ഥ വരും. അതൊരു അപകടാവസ്ഥയെയാണ് നബി പറയുന്നത്. ഞാൻ നിങ്ങളിൽ നിന്ന് മരിച്ചുപോയാൽ നിങ്ങൾക്ക് പലതും വരും. അത് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം പ്രഖ്യാപിക്കപ്പെട്ട ഉടനെ തന്നെ സഹാബിമാർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയാണ് പിന്നീട് ഖലീഫയായി തിരഞ്ഞെടുത്തത്. അപ്പോൾ തന്നെ കണ്ടു കേട്ടു അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരു വിഭാഗം ആളുകളെ, അവർ വിശ്വാസികളാണെന്ന് പ്രഖ്യാപിച്ചവരാണ്, നമസ്കരിച്ചു കൊണ്ടിരിക്കുന്നവരാണ്, പള്ളിയിൽ തിങ്ങിക്കൂടുന്നവരാണ്, അവർ കൃത്യമായി നോമ്പനുഷ്ഠിക്കുന്നവരാണ്, റസൂലുള്ളാഹിൻ്റെ കാലത്ത് വിശ്വസിച്ച ആളുകളാണ്. റസൂലിനെ കണ്ടവരുണ്ട്, കാണാത്തവരുണ്ട്, അകലിൽ നിന്ന് കേട്ട് വിശ്വസിച്ചവരുണ്ട്. സഹാബിമാരുടെ പ്രബോധന പ്രവർത്തനം നിമിത്തം ദൂരദിക്കുകളിൽ നിന്ന് ഇസ്ലാമിൻ്റെ മഹത്വം കേട്ടറിഞ്ഞ് വിശ്വസിച്ചവരുണ്ട്. പക്ഷേ അവരിൽ പലരും പ്രഖ്യാപിച്ചു, ഇതുവരെ സക്കാത്ത് കൊടുത്തിരുന്നു ബൈത്തുൽ മാലിലേക്ക്, മദീനത്തേക്ക്. ഇനി ഞങ്ങൾ ഇസ്ലാം കാര്യം ഷഹാദത്ത് കലിമയും നമസ്കാരവും നോമ്പും ഹജ്ജും 4 നിർവഹിക്കാം, സക്കാത്ത് കൊടുക്കാൻ തയ്യാറില്ല, അത് മദീനയിലേക്ക് അയച്ചു കൊടുക്കുകയില്ല എന്ന്. അങ്ങനെ ആദ്യത്തെ റിദ്ദത്ത്, മുർത്തദ്ദായി പ്രഖ്യാപിക്കപ്പെട്ട ഒരു വിഭാഗമുണ്ടായി. സഹാബിമാരുടെ ജീവിതകാലത്ത് തന്നെ ദുരന്തങ്ങളുണ്ടായി എന്നർത്ഥം. ഇസ്ലാമിൽ നിന്നുള്ള കൊഴിച്ചുപോക്കുണ്ടായി, ഒഴിഞ്ഞുപോക്കുണ്ടായി. പലരും അങ്ങനെ സക്കാത്ത് കൊടുക്കാൻ തയ്യാറാവില്ല. സക്കാത്ത് കൊടുക്കാത്ത മുസ്ലിം, അത് ഇസ്ലാമിന് പരിചയമില്ലാത്തതായിരുന്നു കൃത്യമായി സക്കാത്ത് കൊടുക്കാൻ. നമ്മളെപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യമാണത്. അന്ന് തുടങ്ങിയതാണ് റസൂലുള്ളാഹിൻ്റെ മരണം. റസൂലുള്ളാഹി കണ്ണ് ചിമ്മിയതോടുകൂടി തുടങ്ങിയ പ്രവണതയാണ് സക്കാത്ത് കൊടുക്കാത്ത ആണുങ്ങളും പെണ്ണുങ്ങളും. ആഭരണങ്ങൾ 20 മിസ്കാലിലേറെ ആഭരണങ്ങൾ കഴുത്തിലും കാതിലും പെട്ടിയിലും ലോക്കറിലുമായി സൂക്ഷിച്ചു വെക്കുന്ന എത്രയോ
മുസ്ലിം വനിതകൾ സക്കാത്ത് കൊടുക്കാതെ ഇസ്ലാം കാര്യത്തിൻ്റെ മെമ്പർഷിപ്പ് പൂർത്തിയാക്കാത്തവരുണ്ട്. നാം ശ്രദ്ധിക്കണം. 495 ഗ്രാം വെള്ളിയുടെ വില വരുന്ന ഒരു 40,000-45,000 ഉറുപ്പിക എങ്കിലും ബാക്കിയുണ്ടെങ്കിൽ, അവൻ്റെ കയ്യിൽ മിച്ചമുണ്ടെങ്കിൽ, ഇന്നത്തെ മൂല്യമനുസരിച്ച് മിച്ചമുണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. 45,000 ഉറുപ്പിക നിങ്ങളുടെ കയ്യിൽ കയ്യിരിപ്പായിട്ടും ബാങ്ക് ബാലൻസായിട്ടും നിങ്ങളുടെ കയ്യിൽ ഭാര്യയുടെ അടുക്കൽ തൽക്കാലം അത്യാവശ്യത്തിന് കൊടുത്തതായിട്ടും ആ ഒരു മൂല്യം 45,000 ഉറുപ്പികയുടെ മൂല്യം, 200 ദിർഹം വെള്ളിയുടെ മൂല്യം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കണം. 1000 ചില്ലാനം ഉറുപ്പിക പാവങ്ങൾക്ക് കൊടുക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു. എങ്കിലേ മെമ്പർഷിപ്പ് പൂർണ്ണമാവൂ. ഇസ്ലാമിൻ്റെ മെമ്പറായിട്ട് നിങ്ങളുടെ പേര് ചേർക്കൂ എന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അതാ ഉമ്മത്തി മാ യുഅദുൻ വ അന അമനത്തുൻ ലി അസ്ഹാബി, ഞാൻ എൻ്റെ സഹാബികളുടെ കാവൽക്കാരനാണ്. ഫൈദാ ദഹബ്തു അന, സഹാബിമാരിൽ നിന്ന് ഞാൻ തിരിച്ചുപോയാൽ അതാ അസ്ഹാബി മാ യുഅദുൻ, എൻ്റെ സഹാബിമാർക്ക് അവർക്ക് കൽപ്പിക്കപ്പെട്ട താക്കീത് ചെയ്യപ്പെട്ട ആ അവസ്ഥ വരും. അങ്ങനെ വന്നുകൊണ്ടിരുന്നു. അപ്പോൾ തന്നെ സക്കാത്ത് ഇല്ലാതെയായി. അത് നൂറ്റാണ്ടുകളായി തുടരുകയാണ്. എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി. ഷിയഅത്തു അലിയുണ്ടായി. അലി കക്ഷികൾ എന്ന് പറയുന്ന അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ അഡ്രസ്സിൽ അയാളറിയാത്ത ഒരു കക്ഷിയുണ്ടായി. ഇന്ന് ലോകത്ത് വൻ ശക്തികളായി വളർന്നു വരുന്ന ഷിയ സമൂഹം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ജാറ പൂജകളും ഖദീജ ബീവിയുടെ മൗലൂദടക്കം ഇവിടേക്ക് തിരിച്ചു കൊണ്ടുവന്ന ഈ ഒരു ഷിയ കക്ഷികൾ, പ്രവാചകൻ്റെ ശേഷമുണ്ടായ അപകടമായിരുന്നു അത്. ആയിഷ റളിയല്ലാഹു അൻഹയും അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹയും പരസ്പരം യുദ്ധം ചെയ്യുന്ന അവസ്ഥയുണ്ടായി. വാഖിഅത്തുൽ ജമൽ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കുത്തിക്കൊലപ്പെടുത്തപ്പെട്ട അവസ്ഥയുണ്ടായി. ഇരുന്നും സഹാബിമാർക്ക് പരിചയമില്ലാത്ത നിർഭയാവസ്ഥയുടെ കാലഘട്ടത്തിന് ശേഷമുണ്ടായതാണ് പ്രവാചകന്റെ മരണശേഷം. അബൂബക്കർ റളിയല്ലാഹു അൻഹു മാത്രമാണ് പായയിൽ കിടന്ന് മരിച്ചത്. രണ്ടാമത്തെ ഖലീഫ ഉമർ കുത്തിക്കൊലപ്പെടുത്തപ്പെട്ടു പള്ളിയിൽ വെച്ച് സുബൈ നമസ്കാരത്തിൻ്റെ നേരത്ത്. മൂന്നാമത്തെ ഖലീഫ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളി മെഹ്റാബിൽ വെച്ച് വെട്ടി തലക്ക് അടിയേറ്റ് കൊല്ലപ്പെട്ടു. അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു അങ്ങനെ തന്നെ കൊല്ലപ്പെട്ടു. ഒരുപാട് കലഹങ്ങളുണ്ടായി, ഒരുപാട് പ്രയാസങ്ങളുണ്ടായി. മുസ്ലിം സമൂഹം അങ്കലാപ്പിലായി. അവസാനം ചോരകളിയും പരസ്പരം ആഭ്യന്തര കലഹങ്ങളുമായി തർക്കിച്ചു. ജനങ്ങൾ തർക്കത്തിലായി. ഒരുപാട് പ്രയാസങ്ങൾ നൂറ്റാണ്ടുകളായി വന്നു. സഹാബിമാരുടെ കാലത്ത് തന്നെ അതിൻ്റെ തുടക്കം കുറിച്ചു റളിയല്ലാഹു അൻഹു. അവരാരും അതിൻ്റെ ഉത്തരവാദികളായിരുന്നില്ല. അവരുടെ കൈകൾ ശുദ്ധമായിരുന്നു, അവരുടെ മനസ്സുകൾ ശുദ്ധമായിരുന്നു. പക്ഷേ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടതിൻ്റെ പേരിൽ പല രംഗത്തേക്കും ഇറങ്ങിപ്പുറപ്പെടേണ്ട അവസ്ഥയുണ്ടായി. പിന്നീട് അവരൊക്കെ അതിൽ നിന്ന് തിരിച്ചു വന്നു എന്നത് മറ്റൊരു ചരിത്രമാണ്. അപ്പോൾ സമൂഹത്തിൽ കലഹമുണ്ടായി. കലഹമുണ്ടായപ്പോൾ എല്ലാവരുടെ ശരീരത്തിലേക്കും ചളി തെറിച്ചു. എല്ലാവരും ചീത്തപ്പേരിന് വിധേയരായി. സഹാബിമാർ പോലും ഫൈദാ ദഹബത്തു അന അതാ അസ്ഹാബി മാ യുഅദൂൻ എന്ന സംഭവം അവിടെ പുലർന്നു. എന്നിട്ട് നബി പറഞ്ഞു, വ അസ്ഹാബി അമനത്തുൽ ലി ഉമ്മത്തി, ഇനി എൻ്റെ സഹാബിമാർ എൻ്റെ സമൂഹത്തിൻ്റെ കാവൽക്കാരാണ്. ഫഇദാ ദഹബത്ത് അസ്ഹാബി, എൻ്റെ സഹാബിമാരും കൂടി ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞാൽ അതാ ഉമ്മത്തി മാ യുഅദൂൻ, എൻ്റെ സമുദായത്തിന് വാഗ്ദാനം ചെയ്യപ്പെട്ട ആ ഒരു ദുരന്തം വരും എന്ന്. ഹിജ്റ 100-ാം കൊല്ലത്തിൻ്റെ അവസാനത്തിലാണ് ഒടുവിലത്തെ സഹാബിയും മരിച്ചത് എന്ന് ചരിത്രത്തിൽ കാണാം. അങ്ങനെയാണെങ്കിൽ ശിഷ്ടമുള്ള നൂറ്റാണ്ടുകളായി അള്ളാഹുവിൻ്റെ റസൂല് പ്രവചിച്ച ആ ഒരു ദുരന്തം നമ്മുടെ സമൂഹത്തിലുണ്ട്. എന്താണത്? നോക്കാനാളുമില്ല, ചോദിക്കാനാരുമില്ല. എന്തു പ്രശ്നങ്ങളുണ്ടെങ്കിലും
റസൂലുള്ളാഹിൻ്റെ കാലത്ത് റസൂലിലേക്ക് അഭയം പ്രാപിച്ചിരുന്നു. പിന്നീട് സഹാബിമാരിലേക്കായിരുന്നു പോയിരുന്നത്. അവിടെയൊന്നും ആരുമില്ലാത്ത ഒരു മാതൃകയില്ലാത്ത ഒരു സമൂഹം. ആ മാതൃക ഉണ്ടാക്കിയെടുക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിമാരിൽ കൂടി ഉണ്ടാക്കിയെടുത്ത ഒരു സമൂഹം. മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ ദൂതനാണ്. വല്ലദീന മഅഹു, ആ മുഹമ്മദ് നബിയുടെ കൂടെയുള്ള ആളുകൾ, മുഹമ്മദ് നബിയും അല്ലദീന മഅഹു എന്ന് പറഞ്ഞ സഹാബത്തും അശിദ്ദാഉ അലൽ കുഫാർ, അവരുടെ സ്വഭാവം, അവർ എന്തുകൊണ്ട് മാതൃകയായി എന്നത് അല്ലാഹു തആല പഠിപ്പിച്ചു തന്നു. സൂറത്തു ഫതഹിൻ്റെ അവസാനം, സൂറത്തു ഫതഹ് ഒരു വലിയ നീണ്ട അധ്യായത്തിൻ്റെ അവസാനമായിരുന്നു. മക്ക വിജയം, ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീന, മക്ക വ്യക്തമായി താങ്കൾക്ക് വിജയിച്ച് കീഴടക്കിയിരിക്കുന്നു എന്ന് മക്ക വിജയത്തിൻ്റെ 2 കൊല്ലം മുമ്പ് അല്ലാഹു തആല സന്തോഷ വാർത്ത കൊടുത്തു. മക്ക കീഴടങ്ങിയിരിക്കുന്നു. അത് കഴിഞ്ഞ് 2 കൊല്ലത്തിന് ശേഷമാണ് ആ വചനം പുലരുന്നത്. അങ്ങനെ മക്ക കീഴടങ്ങി. ജാ അൽ ഹഖ് വസഹഖൽ ബാത്തിൽ ഇന്നൽ ബാത്തില കാന സഹൂഖ എന്ന് പറഞ്ഞുകൊണ്ട് ഓരോരോ വസനുകളെ, സനമുകളെ, മക്കയിൽ നിന്ന് കഅബയിൽ നിന്ന് 300 ചില്ലാനം സനമുകളെ പ്രവാചകൻ എടുത്ത് വലിച്ചെറിഞ്ഞു. ഒരു തൗഹീദിൻ്റെ രാജ്യമായി പ്രഖ്യാപിച്ചു. നമസ്കരിക്കുന്നവർക്കും സക്കാത്ത് കൊടുക്കുന്നവർക്കും ഇനി ഇവിടെ താമസിക്കാം, അല്ലാത്തവർ 4 മാസത്തിൻ്റെ ഉള്ളിൽ നാടുവിടണമെന്ന് മക്ക കീഴടക്കിയതിൻ്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചു. അതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നിസ്കരിക്കേണ്ടവർക്കും സൂറത്ത് തൗബയുടെ ആദ്യത്തിൽ കാണാം, ഫഇൻ താബു അഖാമുസ്സലാത്ത വഅതൗസ് സകാത്ത ഫഖല്ലു സബീലഹും. ഇനി നിസ്കരിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് മക്കയിൽ ഇടമുണ്ട് താമസിക്കാൻ. സക്കാത്ത് കൊടുക്കുന്നവരും കൂടി ഉണ്ടെങ്കിൽ നിസ്കരിച്ചാൽ മാത്രം പോരാ, സക്കാത്തും കൂടി കൊടുക്കണം, എന്നാൽ അവർക്കിവിടെ നിൽക്കാം. ഫഖല്ലു സബീലഹും, അവരെ സഹാബിമാരോട് പറഞ്ഞു, അവരങ്ങളൊന്നും തൊടണ്ട, അവരെ വിട്ടേക്കുക. ബാക്കിയുള്ളവർക്ക് ഫസീഹു ഫിൽ അർളി 4 അശ്ഹുർ, 4 മാസം മക്കയിൽ നിൽക്കാം. അങ്ങനെ മക്ക ശുദ്ധീകരിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അങ്ങനെ ഇസ്ലാമിന് കീഴൊതുങ്ങി മക്കയും മദീനയുമൊക്കെ ഒരു രാജ്യമായി മാറി. ആ രാജ്യത്ത് ജീവിക്കുന്ന മുഹമ്മദ് നബിയും അനുയായികളും നബി ജീവിച്ചതിൻ്റെ ശേഷവും നബിയുടെ മരണശേഷവും മുഹമ്മദ് നബിയുടെ വല്ലദീന മഅഹു, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവർ ഇനി എങ്ങനെയായിരിക്കണമെന്ന ഒരു മാൻഡേറ്റ് പുറപ്പെടുവിക്കുകയാണ് അല്ലാഹു തആല. മക്ക ഇസ്ലാമിന് കീഴടങ്ങി, ഇനി മുസ്ലിങ്ങൾ എങ്ങനെയായിരിക്കണം? മുഹമ്മദ് നബി ഏതായാലും അള്ളാഹുവിൻ്റെ ദൂതൻ തന്നെയാണ്, റസൂലാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടല്ലോ. ഇല്ലായ്മയിൽ നിന്ന് 10-22 കൊല്ലം കൊണ്ട്, 10-21 കൊല്ലക്കാലം കൊണ്ട് എല്ലാം ഉണ്ടാക്കി വളർത്തിയെടുത്ത് മക്കയെ തിരിച്ചു പിടിച്ച മുഹമ്മദ് അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന് 2 കൊല്ലം മുമ്പ് മക്ക കീഴടങ്ങും എന്ന പ്രഖ്യാപനം ശരിയായതോടുകൂടി എല്ലാവർക്കും ബോധ്യപ്പെട്ടല്ലോ. ഇനി വിശ്വാസികളാണ് ഇവിടെ ജീവിക്കേണ്ടത്. മുഹമ്മദ് നബി മരിച്ചു പോകും. മാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ, എല്ലാ മനുഷ്യന്മാരെ പോലെയും മുഹമ്മദ് നബിയും മരിക്കും എന്ന് അല്ലാഹു തആല നേരത്തെ തന്നെ സഹാബിമാരോട് ഖുർആനിൽ കൂടി സൂചന നൽകി. വല്ലദീന ആമനൂ മഅഹു, ഇനി ആ മുഹമ്മദ് നബിയിൽ വിശ്വസിച്ച മുഅ്മിനീങ്ങളായ ആളുകൾ അവരാരായിരിക്കണം എന്ന് അല്ലാഹു തആല പഠിപ്പിക്കുകയാണ്. അതാണ് സഹാബിമാർ. ആദ്യത്തെ മുഅ്മിനുകൾ സഹാബിമാരാണ്. അശിദ്ദാഉ അലൽ കുഫാർ, ആ സഹാബിമാരെ പിന്തുടർന്നവർക്ക് അള്ളാഹു കൊടുക്കുന്ന മാർഗനിർദ്ദേശമാണ് കുഫാറുകളുമായിട്ട്, നിഷേധികളോട് ശക്തമായ നിലപാട് പുലർത്തുന്നവർ. മനുഷ്യബന്ധം എല്ലാവരോടും നമുക്ക് പുലർത്തണം. ചെയ്തു കൊടുക്കേണ്ട ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എല്ലാവരോടും നമ്മൾ ചെയ്തു കൊടുക്കണം. പക്ഷേ ആദർശപരമായ കാര്യത്തിൽ കൃത്യമായ ശിദ്ദത്തിലേക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ, എനിക്കെൻ്റെ ദീൻ, ഞാൻ എൻ്റെ ദീനിനെ നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുകയില്ല. നിങ്ങളുടെ ദീനിനെ ഒരു സന്തോഷത്തിനും ഒരു സൗഹാർദ്ദത്തിനും വേണ്ടി ഞാനും ഉൾക്കൊള്ളുകയില്ല. എൻ്റെ ആദർശം എനിക്കും നിങ്ങളുടെ ആദർശം നിങ്ങൾക്കും, അത് കൃത്യമായി അശിദ്ദാഉ അലൽ കുഫാർ, കുഫാറുകളോട് കഠിനമായ നിലപാട് പുലർത്തുന്നവർ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നബി സഹാബിമാരെ പഠിപ്പിച്ചു. കുഫാറുകൾ തിന്മയിലാണ്, തിന്മയുമായി ഒരിക്കലും രാജിയാവരുത്, തിന്മയോട് വലാ തഖറബുൽ ഫവാഹിഷ മാ ലഹറ മിന്നാ വമാ ബത്തൻ, മോശപ്പെട്ട കാര്യങ്ങളോട്,
അത് പരസ്യമാണെങ്കിലും രഹസ്യമാണെങ്കിലും ആരും കാണാത്ത ഫാഹിഷുകളാണെങ്കിലും നിങ്ങളതിനോട് അടുക്കരുത്. അടുക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, തിന്മയുള്ളയിടത്ത് നിങ്ങളെ കാണരുത്. അങ്ങനെയുള്ളൊരു സമൂഹത്തെയാണ് സഹാബിമാരായി നബി വളർത്തിയെടുത്തത്. സിന്മയുള്ള സ്ഥലത്ത് നിങ്ങൾ കാണരുത്. തബൂക്ക് യുദ്ധത്തിൽ നിന്ന് മടങ്ങിപ്പോരുമ്പോൾ ഹിജ്ർ താഴ്വരയിൽ കൂടിയാണ് സഹാബിമാർ നീങ്ങിയത്, നബിയും സഹാബിമാരും. ഹിജ്ർ താഴ്വര എന്ന് പറഞ്ഞാൽ സമൂദ് ഗോത്രം സാലിഹ് നബി അലൈഹി സ്വലാമിൻ്റെ സമൂഹത്തെ അള്ളാഹു തആല നശിപ്പിച്ച ആ ഒരു ശാപഭൂമിയാണ് ഹിജ്ർ താഴ്വര. അന്നും ഇന്നും ഹിജ്ർ താഴ്വരയിലേക്ക് ഇന്നും ജനങ്ങൾക്ക് പ്രവേശനമില്ല. ടൂറിസ്റ്റുകൾക്ക് പോലും പെട്ടെന്നൊന്ന് കണ്ടുപോരാ എന്നല്ലാതെ അവിടെ താമസിക്കാനോ കുടിയിൽ കെട്ടി താമസിക്കാനോ പാടില്ല. അതൊരു ശാപഭൂമിയാണ്. അതുപോലെ ശാപഭൂമികൾ ഭൂമിയിലുണ്ട്. അവിടെ കൂടി ഓടിപ്പോകണം, നടന്നു പോകരുത് എന്ന റസൂലുള്ളാഹിന്റെ കൽപ്പന. മദീനയിൽ നിന്ന് മുസ്ദലിഫയിൽ നിന്ന് അറഫയിലേക്ക് പോകുന്ന വഴിയിൽ ശാപഭൂമിയുണ്ട്, വാദി മുഹസ്സർ. അബ്രഹത്തിൻ്റെ സൈന്യങ്ങളെ അബാബീൽ പക്ഷിയെ കൊണ്ട് കൊന്ന സ്ഥലം, നശിപ്പിച്ച സ്ഥലം, ആ ശാപഭൂമിയിൽ കൂടി സന്തോഷത്തോടു കൂടി നടക്കരുത്. കാരണം അള്ളാഹുവിൻ്റെ ശിക്ഷ വന്ന ഭൂമിയിൽ നടക്കണമെന്ന് നബി പഠിപ്പിച്ചിട്ടുണ്ട്. ഹിജ്ർ താഴ്വരയിൽ കൂടി മുസ്ലിമീങ്ങൾ ഇങ്ങനെ നടന്ന് സഹാബിമാർ തിരിച്ച് സന്തോഷത്തോടു കൂടി തിരിച്ചു പോന്നപ്പോൾ നബി ഓടി. എന്താണ് ഓടിയത്? ശത്രുക്കളുണ്ടോ എന്നവർക്ക് ശങ്ക. നബി ഓട്ടം നിർത്തി. ആ താഴ്വര കഴിഞ്ഞപ്പോൾ നബി ഓട്ടം സഹാബിമാരോട് പറഞ്ഞു, ലാ തദ്ഖുലു മസാക്കിനല്ലദീന ളലമു ഇല്ലാ അൻ തകൂനു ബാക്കിൻ. അക്രമികളായ ആളുകൾ താമസിച്ചിരുന്ന സ്ഥലത്തുകൂടി കരഞ്ഞുകൊണ്ടല്ലാതെ നിങ്ങൾ പോകരുത്. നിങ്ങൾക്ക് അൻ തുസീബു മാ അസാബു, അവർക്ക് പറ്റിയ ദുരന്തം നിങ്ങൾക്ക് പറ്റാതിരിക്കണമെങ്കിൽ നിങ്ങൾ അവരെപ്പോലെ തെറ്റ് ചെയ്യരുത് എന്ന് മാത്രമല്ല, തെറ്റിനോട് അടുക്കരുത് എന്ന് മാത്രമല്ല, തെറ്റ് ചെയ്ത് ജീവിച്ച മനുഷ്യന്മാരെ നശിപ്പിച്ച ഭൂമിയിൽ കൂടി നടക്കുമ്പോൾ പോലും ആ തെറ്റ് ചെയ്ത മണ്ണോർത്തുകൊണ്ട് നിങ്ങൾ അവിടെ നിന്ന് ഓടണം എന്നാണ് പറഞ്ഞത്. തെറ്റിനോടുള്ള അശിദ്ദാഉ അലൽ കുഫാർ, തിന്മയോടുള്ള ഒരു വിശ്വാസിയുടെ ആ കഠിനമായ നിലപാട് എത്ര ശക്തമാണ്. അങ്ങനെയുള്ളൊരു സമൂഹത്തെയാണ് സഹാബിമാരാൽ അള്ളാഹു നമുക്കുണ്ടാക്കി കാണിച്ചു തന്നത്. അശിദ്ദാഉ അല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാർ, കുഫാറുകളോട് കഠിനമായ നിലപാട് പുലർത്തുന്നവർ എന്ന് പറഞ്ഞാൽ എന്താണ്? കൃത്യമായും സത്യസന്ധമായി ജീവിക്കുകയും തിന്മയാണെന്ന് ബോധ്യപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും ചെയ്യുന്ന ആളുകൾ. റഹമാ, പരസ്പരം കാരുണ്യം ചെയ്യുന്ന ആളുകൾ, ശത്രുതയില്ലാത്ത, പകയില്ലാത്ത, വിദ്വേഷമില്ലാത്ത, പാരവെക്കാത്ത, മറ്റുള്ളവൻ തകരണമെന്ന് ആഗ്രഹിക്കാത്ത, അസൂയയും ഗീബത്തും നമീമത്തും കൊണ്ട് സമൂഹത്തിൻ്റെ ഉള്ളറകളെ മലീമസമാക്കാത്ത ഒരു സൗഹാർദ്ദമുള്ള ജനവിഭാഗം. റഹമാഉ ബൈനഹും, പരസ്പരം കാരുണ്യമുള്ള ജനവിഭാഗം. നോക്കൂ നിങ്ങൾ, അങ്ങനെയുള്ളൊരു സമൂഹത്തെയാണ് റസൂൽ മാതൃക. അതുകൊണ്ടാണ് സഹാബിമാരുടെ കാലത്ത് സഹാബിമാരുടെ മാതൃക കണ്ടിട്ട് കൂട്ടം കൂട്ടമായി അള്ളാഹുവിൻ്റെ ദീനിലേക്ക് ആളുകൾ ഓടിക്കൂടിയത്. ഇസ്ലാമിലേക്ക് വന്നാൽ മദീനായിലെ ഖജനാവിൽ നിന്ന് പെൻഷൻ കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ല, മദീനായിലെ ജീവിത രീതി പോലെ ആർഭാടപൂർവമായ സ്റ്റാർ ജീവിതം ജീവിക്കാൻ കഴിയും ഇസ്ലാമിലേക്ക് വന്നാൽ എന്ന് കരുതിക്കൊണ്ടല്ല പേർഷ്യക്കാരും റോമക്കാരും ഇസ്ലാമിലേക്ക് വന്നത്. ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത വെറും പച്ചവെള്ളവും കാരക്കയും കൊണ്ട് 3 മാസം 2 മാസക്കാലം ജീവിച്ച് കഴിച്ചു കൂട്ടിയ പ്രവാചകൻ്റെ ദാരിദ്ര്യ ജീവിതത്തിലേക്ക് കൂട്ടം കൂട്ടമായി വിശ്വാസികൾ വരാനുണ്ടായ കാരണം അവർ മുശ്രിക്കുകളുണ്ടായിരുന്നു, യഹൂദുകളുണ്ടായിരുന്നു, നസാറാക്കളുണ്ടായിരുന്നു. കൂട്ടം കൂട്ടമായി വരാനുണ്ടായ കാരണം പ്രവാചകൻ്റെ ആ ഉഷാറല്ല, മദീനയിലെ ടൂറിസ്റ്റ് പ്ലേസിൻ്റെ മഹത്വമല്ല, മദീന നിയന്ത്രിച്ചിരുന്ന നബിയുടെ ആർഭാട ജീവിതമല്ല, നേരെമറിച്ച് ഒരു നല്ല മാതൃകാ ജീവിതമായിരുന്നു. റഹമാഉ ബൈനഹും, പരസ്പരം സ്നേഹിക്കുന്ന ആളുകൾ, സ്വന്തം വീട് പോലും മറ്റുള്ളവർക്ക് തീരെഴുതി കൊടുത്ത ആളുകൾ, എന്തിനും സഹിക്കാനും ത്യജിക്കാനും തയ്യാറായ ആളുകൾ,
ഭക്ഷണം കഴിക്കുമ്പോൾ വിളക്ക് കെടുത്തി വിളക്കില്ല, എണ്ണയില്ല എന്ന് പറഞ്ഞ് ഇരുട്ടത്ത് അതിഥിക്ക് ഭക്ഷണം കൊടുക്കുകയും താൻ ഒരാൾക്ക് മാത്രമുള്ള ഭക്ഷണം അതിഥിയെക്കൊണ്ട് ഒറ്റയ്ക്ക് തീറ്റിക്കുകയും ഞാനും തിന്നുന്നുണ്ട് എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി വിളക്കണക്കുകയും ചെയ്ത വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ, തനിക്ക് താല്പര്യമുണ്ടായിട്ട് പോലും തൻ്റെ താല്പര്യത്തെ അവഗണിച്ച് സഹജീവിയെ സ്നേഹിച്ച സഹാബി, അവരാണ് റഹ്മാഉ ബൈനഹും. നമുക്ക് കഴിയുന്നുണ്ടോ അവിടേക്ക് എത്താൻ? ആ സഹാബിമാരുടെ അടുക്കലേക്ക് എത്താൻ നമുക്ക് കഴിയുന്നുണ്ടോ? നമ്മൾ ആ സഹാബിമാരെ വിലയിരുത്തുകയാണ്. ആ സഹാബി അങ്ങനെയാണ്, ആ സഹാബി റിപ്പോർട്ട് ചെയ്തത് നമുക്ക് പറ്റൂല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തത് പറ്റൂല, അയാൾ വെറുതെ റിപ്പോർട്ട് ചെയ്തതാണ്. ആയിഷ റളിയല്ലാഹു അൻഹക്ക് എന്നും ഈ ജാതി കാര്യങ്ങൾ ദിക്റും തസ്ബീഹും പറയാനുള്ളൂ, പറ്റൂല. സഹാബിമാരെ തള്ളുകയാണ് നമ്മൾ, അല്ലേ? ഒരു കാലഘട്ടം വന്നീലങ്ങൾ. ലാ തസുബ്ബു വസ്ഹാബി, ഉഹദ് മലയുടെ താഴ്വരയിൽ വെച്ചാണ് റസൂലുള്ളാഹി പറയുന്നത്, ലാ തസുബ്ബു വസ്ഹാബി, എൻ്റെ സഹാബികളെ നിങ്ങൾ മോശപ്പെട്ട വാക്കുകൾ കൊണ്ട് അധിക്ഷേപിക്കരുത്. എൻ്റെ സഹാബിമാർ വിശുദ്ധരാണ്. വലദീ നഫ്സി ബിയദി, എൻ്റെ ആത്മാവ് ആരുടമപ്പെടുത്തിയോ ആ റബ്ബ് തന്നെയാണ് സത്യം. ലൗ അന്ന അഹദക്കും അൻഫഖ മിസ്ല ഉഹദിൻ ദഹബൻ, ഈ കാണുന്ന ഉഹദ് മലയോളം ഒരാൾ സ്വർണം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദാനം ചെയ്താൽ പോലും മാ അദ്റക മുദ്ദ അഹദിഹിം ഔ നസീഫഹു, ആ സഹാബിമാരിൽ ഒറ്റയൊരുത്തൻ്റെ അത്ര എത്താനോ അവൻ്റെ പകുതിയോളം എത്താനോ നിങ്ങൾക്കാർക്കും സാധ്യമല്ല. ഇത് സഹാബിമാരോടല്ല പറഞ്ഞത്, നമ്മളോടാണ്. റസൂലുള്ളാഹിന്റെ മരണം വരെ സഹാബിമാരാണല്ലോ റസൂലുള്ളാഹിന്റെ കൂടെ ഉള്ളത്. പിന്നെ ആരോടായി പറയുന്നത് ലാ തസുബ്ബു അസ്ഹാബി, എൻ്റെ സഹാബിമാരെ കുറ്റം പറയരുതെന്ന്? പിൽക്കാലത്തുള്ള നമ്മളോട്. ഉഹദ് മലയോളം വണ്ണവും ഉയരവും നീളവുമുള്ള അത്ര സ്വർണം നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മം ചെയ്താലും സഹാബിയുടെ അത്ര എത്താൻ, അല്ലെങ്കിൽ സഹാബിയുടെ പകുതിയോളം എത്താൻ പോലും നിങ്ങൾക്കാവില്ല. അത്രമാത്രം ശുദ്ധരാണ് സഹാബികൾ. ആ ശുദ്ധരായ സഹാബികളുടെ അടുത്തിലേക്ക് 4 അയലത്തേക്ക് അടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം എന്ന് ദിവസം 17 വട്ടം നിർബന്ധമായും അതിലേറെ എത്രയോ വട്ടം ഐച്ഛികമായും ചെല്ലുന്നവരാണ് നമ്മൾ. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, ആ നേരായ മാർഗത്തിലേക്ക് നയിക്കണമേ. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിലേക്ക്. മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ, ആരാ അനുഗ്രഹിച്ചവർ? നബിമാർ, സിദ്ദീഖുകൾ, ശുഹദാഉകൾ, സാലിഹീങ്ങൾ. ഉലൈക അല്ലദീന ഹദാഹുമുല്ലാഹ് വ ഉലൈക ഹുമുൽ ഉലുൽ അൽബാബ്, അല്ലാഹു തആല സന്മാർഗത്തിലാക്കിയ ആളുകൾ. അവരെ ഒപ്പം എത്താൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന നമ്മൾ ഉഹദ് മലയോളം ചെലവഴിച്ചാലും അവരുടെ ഒപ്പം എത്താൻ കഴിയില്ലെന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ച അത്രയും വിശുദ്ധിയുടെ ഉയരങ്ങളിലേക്ക് ഉയർത്തിക്കൊടുത്ത ആ സഹാബിമാരോടൊപ്പം സ്വർഗത്തിൽ കടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എന്താണ് ആ മാതൃക ഉൾക്കൊണ്ടത് എന്ന് സഹോദരന്മാരെ നമ്മൾ ചിന്തിക്കണം. തറാഹും റുക്അൻ സുജ്ജദൻ യബ്തഗൂന ഫളലൻ മിനല്ലാഹ്, ആ സഹാബിമാരെ നിങ്ങൾക്ക് കാണാം റുക്കൂ ചെയ്യുന്നവരായിട്ട്, സുജൂദ് ചെയ്യുന്നവരായിട്ട്, അള്ളാഹുവിൻ്റെ ഔദാര്യവും കാരുണ്യവും ആഗ്രഹിക്കുന്നവരായിട്ട് കാണാം. ദാലിക മസലുഹും ഫി തൗറാത്ത്, ആ പ്രവാചകന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളുടെ ഉപമ തൗറാത്തിൽ അങ്ങനെയാണ് അള്ളാഹു ഉപമിച്ച് കാണിച്ചു തന്നത്. സുജൂദും റുക്ഊഉം ചെയ്യുന്ന, പരസ്പരം സ്നേഹിച്ച് ജീവിക്കുന്ന, തെറ്റുകളോട് ശക്തമായ നിലപാട് പുലർത്തുന്ന ഒരു സമൂഹമെന്ന് തൗറാത്തിൽ അള്ളാഹു വിശേഷിപ്പിച്ചവരാണ് നബിയുടെ കൂടെയുള്ളവർ. നമ്മൾ ആ കൂട്ടത്തിൽ പെടുമോ? പരസ്പരം സ്നേഹിക്കുന്ന, ആരോടും പകയില്ലാത്ത, വിദ്വേഷമില്ലാത്ത, പരസ്പരം പാരവെക്കാത്ത, അങ്ങനെയുള്ള ഒരു സൗഹാർദ്ദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും തിന്മയോട് വെറുപ്പുള്ള, അതോടൊപ്പം റുക്കോവും സുജൂദിലും യാതൊരു വിട്ടുവീഴ്ചയുമില്ലാത്ത ആ കൂട്ടത്തിലാവുമോ നമ്മൾ? അവരാണ് സഹാബിമാർ. അവരൊപ്പം ആവാൻ വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പിന്നെ വമസലുഹും ഫിൽ ഇഞ്ചീൽ, ഇഞ്ചീലിൽ അവരുടെ ഉപമ, തൗറാത്തിലുള്ള പഴയ വേദത്തിലെ ഉപമ പറഞ്ഞു.
ഇനി പുതിയ വേദത്തിലെ ഉപമ കമസലി കസർഇൻ അഖ്റജ ശത്അഹു ഫആസറഹു ഫസ്തഗലല്ല ഫസ്തവ അലാ സൂഖിഹി യുഅ്ജിബു സുറാഅ ലിയഗീള ബിഹിമുൽ കുഫാർ. ഒരു ചെടി അത് നട്ടു വളർത്തി ഉണ്ടാക്കി, അഖ്റജ ശത്അഹു അതിൻ്റെ കൂമ്പ് മുളച്ചു, പിന്നീട് കുറച്ചും കൂടി വെള്ളം നനച്ചു കൊടുത്ത് വളമിട്ട് കൊടുത്തപ്പോൾ അതിന് തണ്ടുണ്ടായി, ആ തണ്ട് ഉറച്ച തണ്ടുണ്ടായി, അതിന് ബലമുണ്ടായി, അതിന് കരുത്തുണ്ടായി, അതിന്മേൽ പൂവും കായും കുലയും കായ്ക്കനികളുമുണ്ടായി. അങ്ങനെ നിവർന്നു നിൽക്കുന്ന ബലമുള്ള തണ്ടിന്മേൽ നിവർന്നു നിൽക്കുന്ന കൃഷി, ഒരു കൃഷി നല്ല കായ്ച്ച് പൂത്തുലഞ്ഞ് പച്ച പിടിച്ച് ബലവത്തായി ഒരു കൊടുങ്കാറ്റിലും ഉലയാതെ ആടാതെ ജീവിക്കുന്ന ഒരു കൃഷി. യുഅ്ജിബു സുറാ, ഏതൊരു കർഷകന്മാരെയും അത്ഭുതപ്പെടുത്തുന്ന കൊതി ഊറിക്കുന്ന ഒരു കൃഷി പോലെയാണ് മുസ്ലിം സമൂഹമാകുന്ന വല്ലദീന ആമനൂ മഅഹു, ആ റസൂലിൻ്റെ കൂടെ വിശ്വസിച്ച ആളുകൾ. സഹോദരന്മാരെ, നമ്മൾ അങ്ങനെയാണോ? മുസ്ലിങ്ങളെ കണ്ടിട്ട് എന്താണ് അവരുടെ ഒരു സൗഹാർദ്ദം, എന്താണ് അവരുടെ ഒരു സ്നേഹം, അവരുടെ ഐക്യം എന്താണ്, അവരുടെ ഈമാനികമായ ശക്തി എന്താണ്? അവർ ഒരു കൃഷി പോലെ കായ്ക്കനികൾ ഉണ്ടാക്കി ജനങ്ങൾക്കത് ഉപകാരം ചെയ്യുന്നു, ജനങ്ങൾക്ക് സംഭാവന കൊടുക്കുന്നു, അപ്പുറത്ത് ഇന്ന പാവങ്ങളെ സംരക്ഷിക്കുന്നു. അങ്ങനെ എല്ലാവർക്കും ഒരു കൃഷിയാണെങ്കിൽ അത് മനുഷ്യന്മാർക്കും അതിൻ്റെ ഉടമക്കും മറ്റു മനുഷ്യർക്കും അതുപോലെ തന്നെ ജീവജാലങ്ങൾക്കും പക്ഷികൾക്കും കിളികൾക്കും ജന്തുക്കൾക്കും ഇഴജന്തുക്കൾക്കടക്കം ആ കൃഷിഭൂമിയിലെ ഉപകാരം കിട്ടും. അത്രമാത്രം നല്ല ഒരു സമൂഹമാണ് മുഹമ്മദ് നബിയുടെ കൂടെയുള്ള സഹാബികൾ. ആ സഹാബികളെപ്പോലെ ആയിരിക്കണം നിങ്ങളെന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ നമ്മളെ പഠിപ്പിക്കുന്നത്. സഹോദരന്മാർ, അപ്പോൾ നമ്മൾ അകലെയാണ്, നമ്മൾ എവിടെയൊക്കെയോ അകലെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബിമാർ പറയുന്നുണ്ട് ദഹബ, അവരെങ്ങനെ നോക്കുകയാണ്, എങ്ങനെയാണ് കൂലി കിട്ടുക, എവിടുന്നാ കൂലി കിട്ടുക. അവസാനം നോക്കുമ്പോൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഉണ്ട്, അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ദിക്റും തസ്ബീഹും നിസ്കാരമൊക്കെ. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ഇപ്പുറത്ത് ഖുർആൻ ഓതി പാരായണം ചെയ്ത് അദ്ദേഹം കരഞ്ഞ് പ്രാർത്ഥിക്കുന്നു. തൽഹത്ത് റളിയല്ലാഹു അൻഹു അപ്പുറത്തിരിക്കുന്നുണ്ട്. എല്ലാവരും വലിയ വലിയ പ്രാർത്ഥനയിലും ദിക്റിലൊക്കെ മുഴുകിയിരിക്കുന്നു. എന്നാലോ അതൊക്കെ ഇവരും ചെയ്യുന്നുണ്ട് സഹാബിമാരെല്ലാവരും. എന്നിട്ടോ റസൂലുള്ളാഹി എന്തെങ്കിലും ദാനധർമ്മം ചെയ്യാൻ പറഞ്ഞാൽ അപ്പോൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ വരും, കൊടുക്കും. നബിയെ എന്താ വേണ്ടത്, ഒട്ടകമാണോ, ആ ഒട്ടകമൊക്കെ എടുത്തോളി. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് വരും, സ്വർണ്ണമാണോ വെള്ളിമാണോ എന്താ വേണ്ടത് ചോദിച്ചോളി, നബി ഞാൻ തരാം. തൽഹത്ത് റളിയല്ലാഹു അൻഹു വരും, ജാബിർ റളിയല്ലാഹു അൻഹു വരും, ഭക്ഷണമാണോ വസ്ത്രം വേണോ ഞാൻ ഏർപ്പാട് ചെയ്തു തരാം. അപ്പോൾ മറ്റുള്ള സഹാബിമാർക്ക് തോന്നി ദഹബ അഹ്ലുദ്ദുസൂരി ബിൽ ഉജൂർ, പൈസ ഉള്ളവരൊക്കെ കൂലിയും കൊണ്ടുപോയി. നമുക്കങ്ങനെ തോന്നാറില്ലേ? സംഭാവന കൊടുക്കുമ്പോൾ അയാൾ 1000 എഴുതുമ്പോൾ ഒരു 100 റുപ്യ പോലും കൊടുക്കാൻ എന്നെ കൊണ്ടാവില്ലല്ലോ, ഞാനൊരു ദരിദ്രനായിപ്പോയല്ലോ. അത് സഹാബിമാർക്കുണ്ടായി ആ ഒരു ചിന്ത. അതൊരു പാരമ്പര്യമാണ്, ആ ചിന്ത നമുക്കും വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ശരി നിങ്ങൾക്ക് എന്ത് വേണം? ജാഹദു വ അൻഫഖു, അവർ ജാഹദു സല്ലു വ ജാഹദു, അവരൊക്കെ ഞങ്ങളെപ്പോലെ നിസ്കരിക്കുന്നു. വ ജാഹദു, ഞങ്ങളെപ്പോലെ ഇബാദത്തിലും ജിഹാദിലും അവരൊക്കെ പങ്കെടുക്കുന്നു, ത്യാഗം ചെയ്യുന്നു. പക്ഷേ വ അൻഫഖു, അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നു. ഞങ്ങളുടെ കയ്യിൽ അതില്ല. അവർക്ക് ആവശ്യം അതാണ്. എല്ലാവരെ പോലെ ഇബാദത്തിലും എത്തണം. മറ്റവൻ്റെ പഠിപ്പുര പോലെ എൻ്റെ പഠിപ്പുരമാവണമെന്നല്ല സഹാബിമാർ ചോദിച്ചത്. അതാ നമുക്കുള്ളത്. ഓൻ്റെ പഠിപ്പുര നന്നാക്കിയിട്ടാൽ നമ്മളും അതുപോലെ ഗേറ്റൊന്ന് പൊളിച്ചു മാറ്റണം. അവൻ്റെ മതിലൊന്ന് മാറ്റിയാൽ നമുക്കും വേണം മതിലൊന്ന് മാറ്റുക. അവൻ്റെ കാറൊന്ന് മാറ്റിയാൽ നമുക്കും വേണം ഇത് വിറ്റിട്ട് പുതിയതൊന്ന് വാങ്ങുക. അതിലാണ് നമ്മൾ മത്സരിക്കുന്നത്. നല്ല ഭക്ഷണവും നല്ല കാറും നല്ല ഗേറ്റും അള്ളാഹ് നമുക്ക് അനുവദിച്ചതാണ്. പക്ഷേ അതൊരു തരം മത്സരമാകുന്നു. അവരങ്ങനെ ചെയ്താൽ അതിൻ്റെ ഇരട്ടി നമുക്ക് ചെയ്യണമെന്ന മത്സരം. സഹാബിമാരുടെ മത്സരം ജാഹദു സല്ലു, അവർ നിസ്കരിക്കുന്നു, കമാനുസല്ലി, ഞങ്ങൾ നിസ്കരിക്കുന്ന പോലെ. വ ജാഹദു, അവർ ത്യാഗം ചെയ്യുന്നു, ജിഹാദ് ചെയ്യുന്നു, ഞങ്ങൾ ജിഹാദ് ചെയ്യുന്ന പോലെ. വ അൻഫഖു, അവർ ചെലവഴിക്കുന്നു, ഞങ്ങൾക്കതുപോലെ ധർമ്മം ചെയ്യാനില്ലല്ലോ. റസൂലുള്ളാഹി പറഞ്ഞു, തുസബ്ബിഹൂന വ തുഹമ്മിദൂന വ തുകബ്ബിറൂന, നിങ്ങൾ തസ്ബീഹ് ചൊല്ലിക്കോളി. നിസ്കാരത്തിൻ്റെ ശേഷം 33 വട്ടം സുബ്ഹാനല്ലാഹ്
അതുപോലെ അൽഹംദുലില്ലയും അല്ലാഹു അക്ബറും അതൊക്കെയാണ് ചൊല്ലിക്കൂടി. അപ്പോൾ അവർ പറഞ്ഞു, നബിയെ ഓലും ചൊല്ലുന്നുണ്ടല്ലോ, അത് അവരും ചെല്ലുന്നുണ്ട്, അത് പിന്നെ ഞങ്ങളും ചെല്ലിയ ഞങ്ങൾ പോലും സമാവില്ല, ഓല അതിൻ്റെ പുറമേ അല്ലേ ധർമ്മം കൊടുക്കുന്നത്. നബി പറഞ്ഞു, ദാലിക ഫദ്ലുല്ലാഹി യുതീ മൻ യശാ, അത് അള്ളാഹുവിൻ്റെ ഫദ്ലാണ്, അള്ളാഹു കൊടുക്കുന്ന ഔദാര്യമാണ്. അള്ളാഹു അത് ഇഷ്ടപ്പെട്ടവർക്ക് കൊടുക്കും, അവൻ ഉദ്ദേശിച്ചവർക്ക് കൊടുക്കും. പക്ഷേ നല്ലൊരു മനസ്സുണ്ടെങ്കിൽ, ആ സഹാബിമാരോട് അതാ നബി പഠിപ്പിക്കുന്നത്, നിങ്ങൾക്കും അങ്ങനെയൊക്കെ ആവണം എന്ന് മനസ്സുണ്ടോ, ആ മനസ്സ് മതി നിങ്ങൾക്ക് കൂലി കിട്ടാൻ. ഇന്നബിൽ മദീനത്തിൽ റിജാലൻ മാസിർത്തും മസീറൻ വലാ ഖതഅ്തും വാദിയൻ ഇല്ലാ കാനൂ മഅക്കും. തബൂക്ക് യുദ്ധത്തിലേക്ക് യുദ്ധം ചെയ്യാൻ വേണ്ടി പോയപ്പോൾ അതിലേക്ക് പോകാൻ ആഗ്രഹമുള്ള സഹാബിമാരുണ്ടായിരുന്നു. പക്ഷേ വാഹനമില്ല, അവരുടെ കയ്യിൽ വൈച്ചലവില്ല, ആയുധമില്ല, യുദ്ധം ചെയ്യാൻ അതൊക്കെ വേണ്ടേ. അവരിങ്ങനെ വീട്ടിലിരുന്നു, കരഞ്ഞുകൊണ്ട് വീട്ടിലിരുന്നു. ഇല്ലല്ലോ, പോകാൻ വയ്യല്ലോ ഈ ചൂടുള്ള സമയത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു പോരുമ്പോൾ റസൂലുള്ളാഹിക്ക് വിവരം കിട്ടി, കുറേ ആളുകൾ ആഗ്രഹിച്ച് കൊതി പൂണ്ട് കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടുകൂടി മദീനത്ത് വീട്ടിലിരിക്കുന്നുണ്ട്. അവർക്ക് ഈ ജിഹാദിൻ്റെ കൂലിയില്ല, അവർ അതിൽ സങ്കടപ്പെടുന്നുണ്ടെന്ന്. ജിബ്രീലിൻ്റെ വഹയായിരിക്കാം. നബി പറഞ്ഞു, ഇന്നബിൽ മദീനത്തിലെ റിജാലൻ, മദീനയിൽ കുറേ ആണുങ്ങൾ ഇരിക്കുന്നുണ്ട്. മാസിർത്തും മസീറൻ, നിങ്ങളൊരു വഴികൾ താണ്ടിക്കടക്കുമ്പോൾ, വലാഖത്താഴ്ത്തും വാദിയൻ, നിങ്ങളൊരു താഴ്വരയിൽ കൂടി മുറിച്ചു കടക്കുമ്പോൾ, ഇല്ലാ കാനൂ മഅഹും, അവർ ഇല്ലാ കാനൂ മഅക്കും, അവരും നിങ്ങളുടെ കൂടെയുണ്ട്. അവരുടെ തടിയില്ലെങ്കിലും അവരുടെ മനസ്സുണ്ട്, അവർക്ക് നല്ലത് ചെയ്യണമെന്ന നിയ്യത്തുണ്ട്. അതുകൊണ്ട് നിങ്ങളെപ്പോലെ കൂലി അവർക്കും കിട്ടും. അതാണ് നബി പറയുന്നത്, നിങ്ങൾ തസ്ബീഹ് ചൊല്ലിക്കോളി, നിങ്ങൾ ദിക്റും തസ്ബീഹുകളും ചൊല്ലിക്കോളി. അവരെപ്പോലെ ധർമ്മം കൊടുക്കാൻ കഴിയില്ലെങ്കിൽ ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുക കഴിയുന്നത്ര. പിന്നെ എങ്കിൽ നിങ്ങൾക്ക് നല്ല മനസ്സിന് കൂലി നിങ്ങൾക്കും കിട്ടും, അവർ കൊടുത്തതിന് കിട്ടും, നല്ല മനസ്സിനും കിട്ടും. നിങ്ങൾക്ക് നല്ല മനസ്സിനും കൊടുത്തവനെ പോലെ കൂലി കിട്ടും. അത്രമാത്രം സൽക്കർമ്മം ചെയ്യുന്നതിൽ ആകൃഷ്ടരായിരുന്നു സഹാബിമാർ. അവരുടെ കൂടെ ആയിരിക്കണം നമ്മൾ. അതാണ് നമ്മുടെ മാതൃക. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹും കൂടി ചെറിയൊരു എന്താ പറയുക, ഒരു മത്സരം, ഉള്ളിലൊരു മത്സരം, ആരും കാണാത്തൊരു മത്സരം. എന്താണ്? നബി എന്ത് ധർമ്മം ചെയ്യാൻ പറഞ്ഞാലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉള്ളതൊക്കെ കൊണ്ടേ കൊടുക്കും. ഉമർ റളിയല്ലാഹു അൻഹു അത്ര തോന്നൂല. അപ്പോൾ ഒരു മത്സരം. ഒരു ദിവസം നബി ധർമ്മം ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അപ്പം എന്നാ പോകാന്ന് പറഞ്ഞാൽ എല്ലാവരും പെരയ്ക്ക് പോയി ധർമ്മം കൊണ്ടുവരാൻ വേണ്ടി. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒന്ന് അബൂബക്കറിൻ്റെ മുന്നിൽ ചാടണം, ഒന്ന് അബൂബക്കർ സിദ്ദീഖിൻ്റെ മുന്നിൽ ചാടണം. അങ്ങനെ എല്ലാവരും ധർമ്മം കൊണ്ട് നബിയുടെ മുമ്പിൽ വെച്ചു. നബി ചോദിച്ചു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട്, എന്തേ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് വീട്ടിലെന്താ ഉണ്ടോ ചോദിച്ചു. ആ വീട്ടിലുള്ള പകുതി ഞാൻ കണ്ട് കൊടുന്നേക്കണം, നിസ്ഫ് കണ്ട് കൊടുന്നേക്കണം, പകുതി ബാക്കി ഞാൻ പെരയിൽ വെച്ചു, എൻ്റെ കുട്ടികൾക്ക് ജീവിക്കണമല്ലോ. അബൂബക്കർ റളിയല്ലാഹു അൻഹു വെച്ച് വന്നു, എന്തേ ബാക്കി വെച്ചോ, വിരയിൽ എന്തേ ഉണ്ടോ ബാക്കി? ഒന്നുമില്ല, ഫുള്ള് കൊടുന്നേക്കണം പറഞ്ഞു, 100%. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇനി ഇവനേറ്റ് മത്സരിക്കാൻ ഞാനില്ല. നോക്ക് നിങ്ങൾ, ഇനി അബൂബക്കറേറ്റ് മത്സരിക്കാൻ ഞാനില്ല. അതിന് മാത്രം ഒരു മത്സരബുദ്ധിയോടുകൂടി നന്മകൾ ചെയ്യാൻ ശ്രമിച്ചിരുന്ന ആളുകളായിരുന്നു സഹോദരന്മാരെ സഹാബിമാർ. അതൊക്കെയാണ് നമുക്ക് അവരിലുള്ള കാളം. ഇന്നഹും കാനു യുസാരിഊന ഫിൽ ഖൈറാത്തി വയദഊനനാ റഗബൻ വറഹബ വകാനൂ ലനാ ഖശിയൂൻ. ഖൈറായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിൽ ധൃതി കൂട്ടുന്ന ആളുകൾ, നമ്മളോട് പ്രതീക്ഷയോടുകൂടിയും ഭയപ്പാടോടുകൂടിയും പ്രാർത്ഥിക്കുന്നവർ, കിട്ടുകയില്ലേ, അള്ളാഹ് സ്വീകരിക്കുകയില്ലേ എന്ന് ഭയപ്പെട്ട് പ്രാർത്ഥിക്കുന്നവർ, എന്നാൽ പ്രതീക്ഷയോടുകൂടി പ്രാർത്ഥിക്കുന്നവർ അവരായിരുന്നു. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ പറ്റി വിളിച്ചുകൊണ്ട് നബി ചോദിക്കുന്നു, ബിലാൽ, യാ ബിലാൽ, ബിലാലെ, സ്വർഗത്തിൽ എൻ്റെ മുമ്പിൽ കൂടി ചെരുപ്പിട്ടിങ്ങനെ നടക്കുന്ന ഒച്ച കേട്ടല്ലോ ബിലാലെ ഞാൻ. എന്തൊരു സൗഹൃദത്തിൻ്റെ അല്ലെങ്കിൽ സന്തോഷത്തിൻ്റെ വർത്തമാനമാണ്. ബിലാലിനോട് ചോദിക്കണം, ത്യാഗം ചെയ്ത് കഷ്ടപ്പെട്ട് ജീവിച്ച ബിലാലിനോടാ ചോദിക്കുന്നത്. അന്നെ ഞാൻ സ്വർഗത്ത് കണ്ടല്ലോ, ചെരുപ്പൊക്കെ ഇട്ടുകാണ് ഇങ്ങനെ ഉഷാറായിട്ട് സുജായിയായി നടക്കുന്നത് കേട്ടല്ലോ, എൻ്റെ ചെരുപ്പിൻ്റെ ഒച്ച കേട്ടല്ലോ ഞാൻ. സമയത്തു ദഫ്ഫൻ അലൈക ഫിൽ ജന്നതി യാ ബിലാൽ ബൈന യദയ്യ യാ ബിലാൽ. ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലേ, സന്തോഷം. അപ്പോൾ എന്താ നീ എങ്ങനെയൊക്കെ ചെയ്ത, എന്തായിരിക്കും ഇപ്പം അത്, എന്താ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യലുണ്ടല്ലോ.
ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഒന്നെടുത്ത് കയ്യേണ്ടത്ര സുന്നത്ത് നമസ്കാരങ്ങൾ വർദ്ധിപ്പിക്കാറുണ്ട്. സുന്നത്ത് നമസ്കാരങ്ങൾ വർദ്ധിപ്പിക്കും. ഫഅഇന്നി അലാ നഫ്സിക ബികസറത്തി സുജൂദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സഹാബി വന്ന് ചോദിക്കുന്നുണ്ട്, റസൂലേ അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, നിങ്ങളുടെ കൂടെ സ്വർഗത്തിൽ വരണമെന്നുണ്ട്, ടിക്കറ്റ് എടുത്തരോ? എനിക്കും കൂടി ടിക്കറ്റ് വേണമല്ലോ, നിങ്ങളെ കൂടെ ഒന്ന് പോരണല്ലോ സ്വർഗത്തിൽ, നിങ്ങളുടെ കൂടെ മുറാഫഖത്ത്. നബി പറഞ്ഞു, ആയിക്കോട്ടെ, അന്നെ ഞാൻ കൊണ്ടുപോയിക്കോളാന്നല്ല, എൻ്റെ മകളെപ്പോലും സ്വർഗത്തിൽ ഞാൻ എൻ്റെ കൂടെ കൊണ്ടുപോകുന്ന നബി വാക്ക് തന്നിട്ടില്ല, കൊടുത്തിട്ടില്ല. വേണമെങ്കിൽ ചെയ്തോ, ബാപ്പാനൊപ്പം കിട്ടണമെങ്കിൽ, സ്വർഗം കിട്ടണമെങ്കിൽ. ഈ മനുഷ്യനോട് നബി പറഞ്ഞു, ഫഅഇന്നി അലാ നഫ്സിക ബികസറത്തി സുജൂദ്, സുജൂദുകൾ വർദ്ധിപ്പിക്ക്. സുജൂദ് അഖറബു മാ യകൂനുൽ അബ്ദു മിൻ റബ്ബിഹി വഹുവ സാജിദുൻ. ഒരടിമ തൻ്റെ റബ്ബുമായി ഏറ്റവും അടുത്ത സന്ദർഭം സുജൂദിലാണ്. ആ സുജൂദ് വർദ്ധിപ്പിക്കൂ. സുജൂദിൽ ഫഅക്സിറു ഫീഹ ദുആ, കൂടുതൽ ദുആ ചെയ്യൂ. ഇമാമിൻ്റെയും മഅ്മൂമിൻ്റെയും കൂടെ സുജൂദ് ചെയ്യുമ്പോൾ നമുക്കങ്ങനെ ദുആ ചെയ്യാൻ പറ്റൂല. എങ്കിൽ ഒറ്റയ്ക്കിരുന്ന് സുന്നത്ത് നമസ്കാരങ്ങൾ വർദ്ധിപ്പിച്ച് കൂടുതൽ സുജൂദ് ചെയ്ത് അതിൽ കൂടി പ്രാർത്ഥിക്കൂ. സഹാബിമാരുടെ ആ താല്പര്യം നബി അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെയൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസം പള്ളിയിലിരുന്ന് സംസാരിക്കുമ്പോൾ നമ്മൾ കേട്ട ഒരു സംഭവം, സയദ്ഖുലു അലൈക്കും റജുലുൻ മിൻ അഹ്ലിൽ ജന്ന, ഒരു സ്വർഗവാസി ഇപ്പം കയറി വരും കേട്ടോ, അല്ലേ? ഇപ്പം മന്ത്രി വരും എന്ന് പറയുമ്പോൾ എല്ലാവരും നീങ്ങിയിരിക്കും, സ്റ്റേജൊക്കെ ഒന്ന് നന്നാക്കും. ഇപ്പം മന്ത്രി വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്, അല്ലേ? അല്ലെങ്കിൽ ഗവർണർ വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നബി പറയുന്നത്, സയദ്ഖുലു അലൈക്കും റജുലുൻ മിൻ അഹ്ലിൽ ജന്ന, ഒരു സ്വർഗവാസി ഇപ്പോൾ ഇവിടെ കയറി വരും. പള്ളിയിലിരിക്കുമ്പോൾ പറയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരാൾ കയറി വന്നു, ഷൂവും കയ്യിൽ പിടിച്ച് പള്ളിയിൽ സലാം ചൊല്ലി കയറിയിരുന്നു. നബിയുടെ നമസ്കരിച്ചു, നബിയുടെ കൂടെ ഇരുന്ന് ദീനിൻ്റെ കാര്യങ്ങൾ ഉപദേശങ്ങൾ കേട്ടു, പിരിഞ്ഞു പോയി. അന്ന് സഹാബികളൊന്നും മിണ്ടിയില്ല. എന്തായിരിക്കും ആ മഹാഭാഗ്യവാൻ ചെയ്യുന്ന നല്ല കാര്യം? എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടാവും, നമുക്കും വേണം അങ്ങനെയൊക്കെ ചെയ്യാമെന്നും പറഞ്ഞ് പോയി. രണ്ടാം ദിവസവും ഇത് തന്നെ നബി പറഞ്ഞു, സയത്ലുഉ അലൈക്കും റജുലുൻ മിൻ അഹ്ലിൽ ജന്ന, ഒരു സ്വർഗവാസി ഇപ്പം ഇവിടെ പ്രത്യക്ഷപ്പെടും. ആകാശത്ത് നിന്ന് ഇറങ്ങില്ല, പണിയെടുത്ത് കൃഷിഭൂമിയിൽ നിന്ന് പണിയെടുത്ത് കഷ്ടപ്പെട്ട് ഓടി വരുന്ന സഹാബിയാണ്, പാവപ്പെട്ട സഹാബി. അന്നും സഹാബിമാർ ദേഹത്തിൻ്റെ അധ്വാനവും ദേഹത്തിൻ്റെ തഖ്വയും അതൊക്കെ ആയിരിക്കണം, നമുക്കും കുറച്ചും കൂടി നന്നാവണം എന്നവർക്ക് തോന്നി. മൂന്നാം ദിവസവും മൂന്നാമത്തൊരു സമയവും നബി ഇത് തന്നെ പറഞ്ഞു, ഒരാളെപ്പറ്റി തന്നെ, സയത്ലുഉ അലൈക്കും റജുലുൻ മിൻ അഹ്ലിൽ ജന്ന, സ്വർഗവാസി ഇപ്പം വരും. എന്നിട്ട് വന്നത് ഈ മനുഷ്യൻ തന്നെയാണ്. അപ്പോൾ സഹാബിമാർ വിചാരിച്ചു, ഇത് ഇങ്ങനെ ഒരു നടക്ക് വിട്ടാൽ പോരാ, ഇതൊന്ന് മനസ്സിലാക്കി തന്നെ വേണം. എന്താണ് ഇയാളിപ്പോൾ ഇങ്ങനെ നബി ആവർത്തിച്ച് ഒരു മനുഷ്യനെ പറ്റി തന്നെ അങ്ങനെ പറയുന്നത്? അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ കൂടെ വിരുന്നുപോയി. ഞാൻ എൻ്റെ കൂടെ വിരുന്നൂരാണ്. അങ്ങനെ വിരുന്ന് എന്ന് 3 ദിവസമാണ് ഒരു വിരുന്നിൻ്റെ ദിവസം മിനിമം. കുടുംബനാഥൻ വിരുന്ന് വിളിച്ചാൽ 3 ദിവസം താമസിക്കാമെന്നാണ് അറബികളുടെ പഴയ പതിവ്. അവർ ഈ വിഷയത്തിലൊക്കെ അതിലൊക്കെ വലിയ താല്പര്യമുള്ള ആളുകളായിരുന്നു. സദ്യ സൽക്കാരത്തിൽ ആവട്ടെ, 3 ദിവസം വിരുന്ന് കൂടിയിട്ട് തിരിച്ചു പോരുമ്പോൾ പറഞ്ഞു, ഞാൻ വിരുന്ന് കൂടിയത് വെറുതെ ഒന്നുമല്ല, നബി ഇങ്ങനെ ഒന്ന് പറഞ്ഞിരുന്നു, സ്വർഗവാസി വരുന്ന നിങ്ങളെ പറ്റിയായിരുന്നു. എന്തപ്പം നിങ്ങൾ കൂടുതൽ എന്നെക്കാളും ഞങ്ങളെക്കാളും കൂടുതൽ ചെയ്യുന്നത് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് മറ്റു സഹാബിമാരൊക്കെ കൂടി എന്നെ പറഞ്ഞയച്ചാണ്. ഞാനൊരു വിരുന്നെന്ന് വെല്ലങ്ങനോട് ഇങ്ങനെ പറ്റിപ്പറഞ്ഞ് കൂടിയതാണ്, അത് വിരുന്നായിരുന്നില്ല, എൻ്റെ വീട്ടിൽ സൗകര്യമൊക്കെ ഉള്ളത് തന്നെയാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതെനിക്കറിയില്ല, ഞാൻ കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. പിന്നെ ഇപ്പം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതായാലും വെറുതെ പറയില്ലോ. അദ്ദേഹം തിരിഞ്ഞു പോയി, സംഗതി പിടുത്തം കിട്ടിയില്ല, അന്വേഷണ വസ്തുത മനസ്സിലായില്ല. അദ്ദേഹം തിരിഞ്ഞു പോകുമ്പോൾ ഈ മനുഷ്യൻ വിളിച്ചു അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ആസിനെ. എന്നിട്ട് പറഞ്ഞു, ഞാൻ പക്ഷേ ഒന്നാണ്, എനിക്കെൻ്റെ മനസ്സിൽ ആരോടും പകയില്ല, ആരോടും വിദ്വേഷമില്ല. ആരെങ്കിലും എന്നെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അതവരെ വിവരക്കേട് കണ്ട് എന്ന് വിചാരിച്ചാൽ മതി. സഹോദരൻ, നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിക്കേണ്ട ഒരു സമയമാണ് ഇപ്പോൾ. ഈ റമദാൻ മാസം പോലും ജിന്നിനെ ആരാധിക്കുന്നവർ എന്നും പറഞ്ഞ് കളിയാക്കുന്ന ഫോൺ കോൾ വരാറുണ്ടോ നിങ്ങൾക്ക്? മെസ്സേജുകൾ വരാറുണ്ടോ നിങ്ങൾക്ക്? അതൊക്കെ വിവരക്കേട് കൊണ്ടാണ്. അതൊരു വിദ്വേഷവും പകയുമായി കാണേണ്ടതില്ല. അറിവില്ലാത്ത ജനങ്ങളാണ്. ഈ സഹാബി പറഞ്ഞത്, ഞാൻ ഒരിക്കലും എന്നെക്കൊണ്ടൊരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഉണ്ടാവരുതെന്ന് വിചാരിച്ച് ഞാൻ സത്യസന്ധമായി ജീവിക്കും.
ആരെയും ഉപദ്രവിക്കാറില്ല. ഒരു ഗീബത്ത്, നമീമത്ത്, ഒരു അസൂയ വാക്ക് കൊണ്ടൊന്നും ആരെയും ബുദ്ധിമുട്ടിക്കൂല. ആരോടും എനിക്ക് വിദ്വേഷവുമില്ല. വേറെ ഞാൻ നിങ്ങളൊക്കെ ചെയ്യുന്ന പോലെയുള്ള രാത്രി നിസ്കാരം ബാക്കിയുള്ളതൊക്കെ നിങ്ങളൊക്കെ മാതിരി തന്നെ ഞാൻ ജീവിക്കുന്ന നിങ്ങൾ കണ്ടിട്ടില്ലേ? ഈ സഹാബി തിരിച്ചു വന്ന് മറ്റുള്ളവരോട് പറഞ്ഞ അതാണ്. നമ്മളാൽ മറ്റുള്ളവർക്ക് പ്രയാസമുണ്ടാക്കാതെ, ഒരു വാക്ക് കൊണ്ടുപോലും പ്രയാസമുണ്ടാക്കാതെ, നമ്മൾ കൃത്യമായി സത്യസന്ധമായി ആരെയും ചീത്ത വിളിക്കാതെ, ആരോടും മനസ്സ് തെളിഞ്ഞ മനസ്സോടുകൂടി വിദ്വേഷമില്ലാതെ പകയില്ലാതെ ജീവിക്കണം. ഇതാണ് അദ്ദേഹത്തിന് സ്വർഗവാസി പ്രത്യക്ഷപ്പെടുമെന്ന് പറയാൻ കാരണമെന്ന് നബി പഠിപ്പിച്ചു. അതാണ് സഹാബിമാരുടെ ജീവിതം. അങ്ങനെയൊക്കെയാണ് സഹാബിമാരിൽ നിന്നുണ്ടായത്. സഹോദരന്മാരെ, അതൊക്കെ കരുതി ആർഭാടവും സുഖവും അവർക്കൊക്കെ ഉണ്ടായിരുന്നു, അവർക്കത് അനുഭവിച്ചിരുന്നു. എന്നാലും ആർഭാടത്തിനോടും സുഖത്തിനോടൊക്കെയുള്ള അവരുടെ സമീപനം നമ്മളെപ്പോലെ ആയിരുന്നില്ലെന്നാണ് മനസ്സിലാക്കേണ്ടത്. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിനോട് വലിയ സമ്പന്നനായിരുന്നു മൂപ്പര്. സഹാബിമാർ ചോദിക്കും, എവിടുന്നാണ് ചങ്ങാതി നിങ്ങൾക്ക് ഇത്ര വലിയ പണം? നിങ്ങൾ യമന് പോയാൽ നിങ്ങൾക്ക് ഇരട്ടി ലാഭം, ഷാമിൽ പോയാൽ ലാഭം, നിങ്ങൾ ഭയങ്കര കച്ചവടത്തിൽ ലാഭം, ഭയങ്കര മുതലാളിയാണ്, നിങ്ങളങ്ങനെ ധർമ്മം കൊടുക്കുന്നു, എന്നാലും നിങ്ങൾ മുതലാളിയായിക്കൊണ്ടേയിരിക്കുന്നു. എന്താണ് ഈ കഥ? അബ്ദുറഹ്മാൻ ഔഫ് പറഞ്ഞു, എനിക്കറിയില്ല ചങ്ങായിമാരെ. ഞാനിങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു കല്ല് മറിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ സ്വർണം കാണും. ഒരു ഉപമ പറഞ്ഞതായിരിക്കും. വെറുതെ കണ്ട് കിട്ടുകയാണ് സമ്പത്ത്, അള്ളാഹ് എനിക്ക് തരികയാണ്. ആ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ജീവിതത്തിൻ്റെ അവസാന കാലം വീട്ടിലിരിക്കുകയാണ് അനാരോഗ്യമായി. എന്നാൽ നോമ്പുകാരനായിരുന്നു അദ്ദേഹം. സുന്നത്ത് നോമ്പ് നോറ്റ് നോമ്പുകാരനാണ്. നോമ്പ് തുറക്കാൻ വേണ്ടി മക്കൾ വിളിച്ചപ്പോൾ ഭക്ഷണം വിളമ്പി വെച്ചത് കണ്ടു അദ്ദേഹം. ഒരുപാട് ഐറ്റം, നമുക്ക് ഐറ്റം തികയാറില്ലല്ലോ, ഒരുപാട് ഐറ്റം ഭക്ഷണങ്ങൾ. അദ്ദേഹം ആ ഭക്ഷണത്തിലേക്കൊന്നിങ്ങനെ കണ്ണ് ചുറ്റി നോക്കി, വട്ടത്തിൽ നോക്കി, എത്രമാത്രം ഭക്ഷണങ്ങൾ. ആ വിരി തുറന്നു വെച്ചുകൊണ്ട്, വാതിലിൻ്റെ വിരി തുറന്നു വെച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എന്നെക്കാളും സമ്പന്നനായ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ഉഹദിൽ കൊല്ലപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉടുത്ത തുണി കൊണ്ട് കാല് മറച്ചാൽ തല കാണുകയും തല മറച്ചാൽ കാല് കാണുകയും ചെയ്യുന്ന അവസ്ഥയായിരുന്നു. അത്ര ദരിദ്രമായിരുന്നു. അവസാനം ഉള്ള തുണി കൊണ്ട് തലയും ശരീരവും മറക്കുകയും ബാക്കിയുള്ള സ്ഥലം കഫം പുടവയായിട്ട് പുല്ല് വെച്ച് കെട്ടി മറവ് ചെയ്യാനാണ് റസൂലുള്ളാഹി കൽപ്പിച്ചത്. അത്ര സമ്പന്നനായിരുന്ന മുസ്അബ് അങ്ങനെ ദരിദ്രനായി മരിച്ചുപോയി. അതുപോലെയുണ്ടായിരുന്ന പല സഹാബിമാരും, എന്നെപ്പോലെയുണ്ടായിരുന്ന പല ആളുകളും അത്രയധികം കഷ്ടപ്പെട്ടുകൊണ്ടാണ് മരിച്ചു പോയത്. ഇനി ഞാൻ ഇങ്ങനെയൊക്കെ ഉണ്ടായി സുമ ബുസിത്തലനാമിന ദുന്യാവ് ഞങ്ങൾക്കൊക്കെ വിശാലമായി കിട്ടി. അല്ലാഹു തആല അവർക്കൊന്നും കൊടുക്കാത്ത സമ്പത്ത് ഞങ്ങൾക്ക് തന്നു. ഇപ്പോൾ ഞാൻ പേടിക്കുകയാണ്. ഖദ് ഖശീന അൻ തകൂന ഹസനാതുന ഉജ്ജിലത് ലനാ, ഞങ്ങൾ ചെയ്ത സൽക്കർമ്മത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഫലം ദുന്യാവിൽ നിന്ന് തന്നെ അള്ളാഹു തരുകയാണോ? ഈ ഭക്ഷണത്തിൻ്റെ ആധിക്യം കണ്ടപ്പോൾ ഞങ്ങൾ ചെയ്ത സൽക്കർമ്മം അമലു സാലിഹാത്തിൻ്റെ കൂലി ദുന്യാവിൽ നിന്ന് തന്നെ തന്ന് സ്വർഗത്തിൽ ഞങ്ങളെ വഴിയാധാരമാകുമോ എന്ന് പേടിയുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇത്ര വലിയ ആർഭാടമൊന്നും വേണ്ട, എനിക്കല്പം വെള്ളവും കാരക്കയും തരിക, ഞാൻ അതുകൊണ്ട് നോമ്പ് തുറന്നുകൊള്ളാം എന്ന് പറഞ്ഞ് ആ ഭക്ഷണം കഴിക്കാതെ തിരിച്ചുപോയ സഹാബിമാരുടെ പിന്മുറക്കാരായ നമുക്ക് നല്ല ഭക്ഷണം കഴിക്കാം. റസൂലുള്ളാഹി അനുവദിച്ചത് തന്നെയാണ്. പക്ഷേ ജീവിതത്തിൽ ആർഭാടം കൂടുന്നുണ്ട്, ജീവിതത്തിൽ സുഖസന്തോഷങ്ങൾ കൂടുന്നുണ്ട്. നമ്മുടെ പ്രവർത്തനങ്ങളിലടക്കം, നമ്മുടെ ദീനീ രംഗത്തടക്കം അനാവശ്യമായ ആർഭാടങ്ങൾ കൂടുന്നുണ്ടോ എന്ന് നമ്മൾ ഭയപ്പെടണം സഹോദരന്മാരെ. അങ്ങനെയൊക്കെയാണ്. ഞാൻ ഒറ്റ വാക്കും കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എപ്പോഴും പറയാറുണ്ട്, മരത്തിൻ്റെ ചുവട്ടിൽ പായയിൽ കിടന്ന് എഴുന്നേറ്റപ്പോൾ ആ വെളുത്ത മേനിയിൽ പുറത്ത് പായയുടെ ഈന്തപ്പനയോലപ്പായയുടെ പൊളി അടയാളപ്പെട്ടത് കണ്ടു. അതിങ്ങനെ മുഴച്ച് കണ്ടു. പായയിൽ കിടന്നിട്ട് ശരീരത്തിൽ, വെളുത്ത ശരീരത്തിൽ അതിൻ്റെ പാട് കണ്ടപ്പോൾ ലവിത്തഹദ്നാലക വിതാഅൻ യാ റസൂലുള്ളാഹ്, റസൂലെ ഞങ്ങൾ നിങ്ങൾക്കൊരു ഈന്തപ്പന ചോറ് നിറച്ച ഒരു കിടക്കുണ്ടാക്കി തരട്ടെ എന്ന് സഹാബിമാർ ചോദിക്കുകയാണ്. റസൂലുള്ളാഹിൻ്റെ ശരീരത്തിൽ ഈ പായ പോലെ കണ്ടിട്ട്, അത് അടയാളം കണ്ടിട്ട് സഹിക്കാൻ കഴിയാതെ നല്ലൊരു കിടക്കുണ്ടാക്കി തരട്ടെ നബിയെ.
നബി പറഞ്ഞു മാ അന ഇല്ലാ കറാക്കിബിൻ ഇസ്തല്ല തഹ്ത ഷജറ. എന്തിനാ ഇപ്പം കിടക്കൊണ്ടൊക്കെ കിടക്കാൻ നേരമുണ്ടോ ഇവിടെ? ഞാൻ യാത്ര പോകുന്ന ഒരു യാത്രക്കാരൻ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ തൽക്കാലം കിടന്നുറങ്ങി. സുമറാഹ, പിന്നെ വിശ്രമമൊക്കെ കഴിഞ്ഞ് ചൂടൊക്കെ അറിയപ്പോൾ ഒത്തറക്കഹ, ആ മരച്ചോട്ടിൽ നിന്ന് എഴുന്നേറ്റ് നടന്നു. ഇതുപോലെയല്ലേ കിടക്കയിൽ കിടന്ന് സുഖിക്കാൻ നേരമുണ്ടോ ഈ ദുനിയാവിൽ എന്നാണ് റസൂലുള്ളാഹി ചോദിച്ചത്. അങ്ങനെയൊന്നും ഉള്ള വസ്ത്രവും വീടും ഉള്ള സൗകര്യവും ഉള്ള ഭക്ഷണങ്ങളൊന്നും ഒഴിവാക്കാനല്ല നബി അത് പറയുന്നത്. പക്ഷേ ഒരു മാതൃക കാണിച്ചതാണ്. പട്ടിണി കൊണ്ട് സഹിക്കാൻ കഴിയാതെ 9 ഭാര്യമാരുള്ള കുടുംബത്തിൻ്റെ നാഥൻ, ഭാര്യമാർക്കുമില്ല നബിക്കുമില്ല പട്ടിണി. ഉള്ളതെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഭാര്യമാർക്ക് നബി കൊടുത്തിട്ടുണ്ടാവും. നബി പട്ടിണി കിടക്കുകയാണ്, നേരം വെളുക്കുന്നില്ല. അർദ്ധരാത്രിയും കഴിഞ്ഞിട്ടും നേരം വെളുത്ത് കിട്ടാതെ ദീർഘമായ രാത്രി, സുബഹിയാവാത്ത പട്ടിണിയാണെങ്കിൽ ഉറക്കം വരുത്തുന്നില്ല. നബി ഒന്ന് ഇറങ്ങി പുറത്തിറങ്ങി ഒന്ന് കാറ്റ് കൊള്ളാൻ വേണ്ടി ബഖീഉൽ ഖുർഖദിൻ്റെ ഭാഗത്ത് ആ ഒഴിഞ്ഞ പ്രദേശത്തേക്ക് ഇറങ്ങി നടക്കുകയാണ് നബി. നടന്നിങ്ങനെ വെറുതെ കാറ്റിൽ ഉലാത്തിക്കൊണ്ടിരിക്കുകയാണ് നേരം വെളുത്ത് കിട്ടാൻ. അപ്പോൾ 2 ആളെ കാണുന്നു, 2 തല ഇരുട്ടത്ത്. ആരാന്ന് മനസ്സിലാവുന്നില്ല. ധൈര്യമായി ചെന്ന് നോക്കി, ആരപ്പം നേരം ഇവിടെ എല്ലാവരും ഉറങ്ങുന്ന നേരമല്ലേ. ചെന്ന് നോക്കുമ്പോൾ മനസ്സിലായി, നിഴല് കൊണ്ട് മനസ്സിലായി അബൂബക്കർ സിദ്ദീഖും ഉമർ ഖത്താബുമാണ്. അവർക്ക് തിരിച്ചും വന്നു. മാഖറജക്കുമാ, എന്താണ് നിങ്ങൾ ഈ രാത്രി സമയം ഇവിടെ? അവർ പറഞ്ഞു, നിങ്ങളെന്താണ് നബിയെ ഇവിടെ? ഞാൻ വിശപ്പായപ്പോൾ ഉറക്കം വരുന്നില്ല, അപ്പോൾ ഒന്ന് നേരം വെളുത്തിട്ടെ വെച്ചിട്ട് നടക്കുകയാണ്. അവർ പറഞ്ഞു, വിശപ്പുകൊണ്ട് ഇങ്ങനെ ഞാൻ വന്നു, അപ്പം ഇയാളെയും കണ്ടു, ഞങ്ങളുണ്ടാളും ഇങ്ങനെ നേരം വിളിക്കാൻ കാത്തിക്കാണ്. റസൂലുള്ളാഹി പറഞ്ഞു, വല്ലാഹി മാ അഖ്റജനി ഇല്ലല്ലദീ അഖ്റജക്കുമാ. കൂട്ടുകാരെ, നിങ്ങളെ വീട്ടിൽ നിന്ന് പുറത്തിറക്കിയ അതേ സംഗതി തന്നെയാണ് എന്നെയും പുറത്തിറക്കിയത്. ഞാനും വിശക്കുകയാണ്, പക്ഷേ ഞാൻ എൻ്റെ വിശപ്പ് സഹിക്കുമായിരുന്നു, നിങ്ങളെ കണ്ടപ്പോൾ എനിക്ക് സഹിക്കണില്ല. എന്നാൽ വരി, നമ്മൾ എവിടെയെങ്കിലും ഒന്ന് പോയി നോക്കാം. അങ്ങകലെയുള്ള അബുൽ ഹൈസമുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലെത്തി 3 പേരും കൂടി. അബുൽ ഹൈസമിനെ മുട്ടി വിളിച്ചു. അദ്ദേഹം വെള്ളമെടുക്കാൻ പോയിരുന്നു. അദ്ദേഹം തിരിച്ചു വന്നു. അദ്ദേഹം പെട്ടെന്ന് ഉള്ള ഭക്ഷണവും അവിടെ ഉണ്ടായിരുന്ന കാരക്കയും ഉള്ള റൊട്ടിയും കുറച്ച് മാംസം ഒക്കെ ഭംഗിയായി ഉണ്ടാക്കി. അദ്ദേഹം ഒരു സമ്പന്നനായ സഹാബിയാണ് അബുൽ ഹൈസം. അതുകൊണ്ടാണ് കണ്ടറിഞ്ഞ് നബി അങ്ങോട്ട് കൊണ്ടുപോയത്. 3 പേരും ഭക്ഷണം കഴിച്ചു. പുലരുന്നതിൻ്റെ മുമ്പ് പള്ളിയിലേക്ക്, മദീനയിലേക്ക് നടന്നു വരികയാണ്. നബി തിരിഞ്ഞു നോക്കുമ്പോൾ അബൂബക്കർ സിദ്ദീഖും ഉമർ ഖത്താബും റളിയല്ലാഹു അൻഹും പുഞ്ചിരിക്കുന്നു. നബി ഇങ്ങനെ ചോദിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ചിരിക്കണ്ടൊക്കെ എനിക്ക് മനസ്സിലായിക്കണം. എന്താണ്? രാത്രി പട്ടിണി നേരം വെളുപ്പിക്കണമെന്ന് വിചാരിച്ചതല്ലേ? ഭാഗ്യത്തിന് നല്ല ഭക്ഷണമൊക്കെ കിട്ടിയല്ലോ, ഇറച്ചിയും റൊട്ടിയും കാരക്കയൊക്കെ കിട്ടിയല്ലോ, ഇതുകൊണ്ടല്ലേ ചിരിച്ചത്? അവർ പറഞ്ഞു, അതേ നബി, ഇന്നൊന്ന് വയറ് നിറഞ്ഞു, അതുകൊണ്ടാണ് ചിരിച്ചത്. കുറേ ദിവസമായിട്ട് ഇങ്ങനെ ഒന്നും തിന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊറ്റ വാക്ക് അവരോട് ആ സന്തോഷം മുഴുവനും കെടുത്തി കളഞ്ഞു. വല്ലാഹി ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. സൂറത്തു തകാസുറിൻ്റെ അവസാനത്തെ വാക്ക്, സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. ശരി, നിങ്ങൾക്ക് സന്തോഷിക്കാം, പക്ഷേ ഈ ഒരു അനുഗ്രഹത്തിൻ്റെ പേരിൽ നിങ്ങൾ നാളെ പരലോകത്ത് മറുപടി പറയേണ്ടി വരും. നന്ദി ചെയ്തോളി. നല്ലോ ജീവിതത്തിൽ ഒരിക്കൽ ഒരു നല്ല ഭക്ഷണം കിട്ടിയതിന് നന്ദിയോടുകൂടി അള്ളാഹുവിന് തിരിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ അള്ളാഹുവിനോട് മറുപടി പറയേണ്ടി വരും. സഹാബിമാരുടെ ജീവിതം അതായിരുന്നു. സഹാബിമാർ, സുഹൃത്തുക്കളെ, ആ ഒരു ബോധത്തോടുകൂടി ആയിരിക്കണം ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ആ സഹാബിമാരുടെയും സിദ്ദീഖുകളുടെയും കൂടെ സ്വർഗത്തിൽ കടക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ, സിറാത്തുൽ മുസ്തഖീമിലേക്ക് എത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ആ പ്രാർത്ഥനക്കനുസരിച്ച് അവിടേക്ക് എത്താൻ അർഹരായിട്ടുണ്ടോ എന്ന് ചിന്തിക്കുകയും സഹാബിമാരുടെ ചരിത്രം പഠിക്കുകയും അവരുടെ ജീവിതത്തിൽ നിന്ന് ഉൾക്കൊള്ളുകയും അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ ഒഴിവാക്കേണ്ടതില്ല. അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്തുകൊണ്ട് മാപ്പപേക്ഷിച്ച് ഒരു പുതിയ ജീവിതത്തിലേക്ക് വരാൻ റമദാൻ ഉപയോഗപ്പെടുത്തുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല രോഗികളും കഷ്ടപ്പെടുന്നവരുമായ ഒരുപാട് ആളുകൾ
നമ്മളോട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ക്ലാസ്സിൽ പ്രാർത്ഥിക്കണം, മറ്റിടത്ത് പ്രാർത്ഥിക്കണമെന്ന്. പടച്ചോനറിയാലോ അവരെയൊക്കെ. അള്ളാഹുവേ, അവരുടെ രോഗങ്ങളും പ്രയാസങ്ങളും നീ തീർത്തു കൊടുക്കണമേ. എല്ലാ കുടുംബ സാമൂഹ്യ പ്രതിസന്ധികളിൽ നിന്നും അള്ളാഹു താല നമുക്കൊക്കെ രക്ഷ നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾക്കും നമ്മുടെ കുടുംബങ്ങൾക്കും അള്ളാഹു താല മഗ്ഫിറത്തും മർഹമത്തും നൽകി നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ആ സഹാബിമാരുടെ കൂടെ സ്വർഗത്തിലെത്താൻ എന്തൊക്കെ ചെയ്യണമോ അതൊക്കെ ചെയ്യാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. സഹോദരന്മാരെ, ഇവിടെ 2-3 കാര്യങ്ങളെന്ന് പറയാനുള്ളത് സാമ്പത്തികമായ ധർമ്മത്തിൻ്റെ കാര്യം തന്നെയാണ്. ഒന്ന് ജാമിയ അൽ ഹിന്ദിൻ്റെ കാര്യം. ഒരു ദിവസം 1 ലക്ഷത്തിലേറെ ഉറുപ്പിക ചെലവഴിച്ചുകൊണ്ട് 700ഓളം കുട്ടികളെ, അതിൽ ഇവിടക്കുള്ള കുട്ടികളുണ്ടാവും, നമ്മൾ പോറ്റി വളർത്തി പരമാവധി ദീനീ സേവന രംഗത്തേക്ക് ഇറക്കി വിടുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ അറിയാം. ആ സ്ഥാപനം നടന്ന് കിട്ടാൻ നമുക്ക് എല്ലാവരുടെയും സഹായം വേണം. ഇവിടെ കൗണ്ടറുണ്ടായിരിക്കും, ജാമിയ നിങ്ങളൊക്കെ ശാഖയിൽ പിരിവൊക്കെ നടത്തുന്നുണ്ടായിരിക്കും. അത് എത്തിപ്പെട്ടിട്ടില്ലെങ്കിൽ, കൊടുത്തിട്ടില്ലെങ്കിൽ ഇവിടെ കൗണ്ടറിൽ നിങ്ങൾ നല്ലൊരു സഹായം ജാമിയക്ക് വേണ്ടി സഹായിക്കണമെന്ന് പറയുകയാണ്. അതുപോലെ നമ്മുടെ ദീനീ പ്രവർത്തനങ്ങൾ നടത്താൻ ഒരുപാട് ബാധ്യതകളുണ്ട്. അതുകൊണ്ടൊരു സംഘടനാ ഫണ്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിലേക്കും നിങ്ങൾ, അതിൻ്റെ കൗണ്ടറും അവിടെ ഉണ്ടായിരിക്കും, സഹായം ചെയ്യണം. അതുകൊണ്ട് നമ്മൾ കൊടുത്താൽ ഏതായാലും നഷ്ടപ്പെടുകയില്ലല്ലോ. നമ്മൾ ഒന്നിച്ചൊരു കൂട്ടുത്തരവാദിത്വത്തോടുകൂടി മുന്നോട്ട് പോകുക. വസല്ലല്ലാഹു വസല്ലം അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.